നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ഹട്ടൻ സർ, ഹേമചന്ദ്രൻ സർ, ബെറ്റി മാം, ഉഷ മാം, എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം 1973 കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് കെൽട്രോൺ. ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്ത് രാഷ്ട്രത്തിൻ്റെ സ്വയം പര്യാപ്തതയ്ക്കും കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്കുമായി അക്ഷീണം പ്രവർത്തിച്ച നമ്പ്യാർ സാറിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ചീഫ് ജനറൽ മാനേജറും KC ഹെഡുമായ ശ്രീ ബെറ്റി ജോൺ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening, everyone. Respected Chief Guest Sri R. Hutton, sir, our beloved Executive Director Hemachandran, sir, my dear colleagues and friends. We are gathered here today to remember and pay tributes to our founder chairman, Sri KPP Nambiar, sir, the architect of India's first state-run electronics venture, Keltron, on the occasion of his 8th death anniversary today. We are extremely fortunate and proud to have amidst us our chief guest, Sri R. Hutton, to give us an overview of India's flagship human space mission program. Since Keltron is also involved in the manufacturing of assemblies for the Gaganyaan project, we are all keen to hear more about this complex space program with humans on board. Let us be inspired by such leaders who have introduced technological changes and advancement. I am happy to welcome Sri R. Hutton, Project Director Gaganyaan from the Human Space Flight Center, ISRO Bangalore, to this function. I wholeheartedly welcome Sri Hemachandran sir, our Executive Director, who is always there to give us his valuable technical guidance for any project.
I also welcome Srimati Usha, CGM and Head Corporate Marketing and ITBG, all corporate and business unit heads, and all employees of Keltron to this function. Let us also fondly welcome in our hearts two esteemed persons, our CMD Sri Narayana Murthy sir, and our technical director and former director of NPOL, Sri Vijayampala sir. Both of them, though not present here today, are leading us to develop new products and technologies for improving our capabilities and strengths. As Keltron advances to take advantage of new opportunities with new technologies, let us strive to build on the founder chairman's vision and carry forward the legacy of Sri KPP Nambiar. Once again, I welcome you one and all. Thank you. താങ്ക് യു ബെറ്റി മാം. ഈ കാര്യപരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇന്നത്തെ സെഷൻ നയിക്കാൻ എത്തിയിരിക്കുന്ന ടെക്നിക്കൽ എക്സ്പേർട്ടിനെ പരിചയപ്പെടുത്തുന്നതിനുമായി KCDC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എസ് ഹേമചന്ദ്രൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പുതുക്കുവാനും നമ്മുടെ പുതിയ പദ്ധതികൾ ടീം കെൽട്രോണിനോട് പങ്കുവയ്ക്കാനും കൂടിയുള്ള ഒരു അവസരമാണ്. നമ്പ്യാർ സാറിനെ പറ്റി പല ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. വീരപുരുഷനായി, യുഗ പുരുഷനായി, ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുടെ പ്രവാചകനായി, ഇവാഞ്ചലിസ്റ്റ് എന്നിങ്ങനെ പലതും അദ്ദേഹം എല്ലാമായിരുന്നു. ആ ലേഖനങ്ങൾ നിങ്ങൾ വായിക്കുക, അതിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളുക, എന്നിട്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ ഒരു അപേക്ഷ. കെൽട്രോണിൻ്റെ ആത്മാവാണ് ആ ലേഖനങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് പറയാൻ കാര്യം. ശാസ്ത്രമേഖലയിലും ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് രംഗത്തും ഇന്ത്യയെ ആധുനികവൽക്കരിക്കാൻ കഠിനമായി ശ്രമിച്ച ഒരു അത്ഭുത പ്രതിഭയായിരുന്നു നമ്പ്യാർ സാർ. കേരളത്തിലും ഇന്ത്യയിലും ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഒരുപക്ഷെ അന്ന് ഡിജിറ്റൽ ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് ആരും പറയാതിരുന്നതുകൊണ്ട് അത് ആൾക്കാർ മനസ്സിലാക്കാതെ പോയി. പക്ഷേ സാറ് എപ്പോഴും ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ്റെ പിതാവ് കൂടിയായിരുന്നു. 1973 കാലഘട്ടം നമ്മൾ ഓർക്കുക. ഒരു STD കോൾ വിളിക്കാൻ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം 1 മണിക്കൂർ. ഒരു പാഴ്സൽ സർവീസ് കിട്ടണമെങ്കിൽ ആഴ്ചകളോളം വേണ്ടി വരും. ഇവിടെ കേരളത്തിലാണെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ സപ്പോർട്ടുകളൊന്നും ഇല്ല. ഇങ്ങനെ പല തടസ്സങ്ങളുണ്ടായിട്ടും 1 വർഷത്തിനുള്ളിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പ്രൊഡക്ഷൻ ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞത് നമ്പ്യാർ സാറുടെ മാത്രം ഒരു മാജിക്ക് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഡസ്ട്രിക്ക് വേണ്ട എല്ലാ നോളജുകളും അദ്ദേഹത്തിൻ്റെ മനപ്പാടമായിരുന്നു ഇവിടെ വരുമ്പോഴേ തന്നെ. നമ്പ്യാർ സാറിൻ്റെ സംഭാവനകൾ ഓരോന്നായി വിശദീകരിക്കാൻ ഈ സമയം പറ്റാതെ വരും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രധാന 2 കാഴ്ചപ്പാടുകളെപ്പറ്റി പറയട്ടെ. തദ്ദേശീയമായി ഒരു R&D സംവിധാനം വേണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതിന് ER&DCയും പിന്നെ അത് സീഡാക്കുമായി ഒരു പിറവിയെടുത്തു. രണ്ടാമതായി സാറിന് കൂടുതൽ ഊന്നൽ നൽകിയത് ടെക്നോളജി ഗ്യാപ്പ് മനസ്സിലാക്കുക, ടെക്നോളജി ടൈപ്പ് ചെയ്ത് മുന്നേറുക. ഇത് കെൽട്രോണിൻ്റെ പല യൂണിറ്റുകളുടെയും ഇപ്പോഴത്തെ സ്ഥാപനങ്ങളുടെ കാഴ്ചപ്പാട് നോക്കിയാൽ അറിയാം, അത് ഇപ്പോഴും പ്രാവർത്തികമാണ്. നമ്പ്യാർ സാറിൻ്റെ ഒരു കാലിഫോർണിയ സന്ദർശനമാണ് കേരളത്തിൽ ഒരു സിലിക്കൺ വാലി ഉണ്ടാകണമെന്ന ആശയം. അത് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്കിന് എന്ന സമുച്ചയത്തിന് കാരണമായി. ദീർഘവീക്ഷണത്തിന് നമ്മൾ വേറൊരു ഉദാഹരണം പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യം ഇന്നും എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞ സമുച്ചയം. ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുടെ എല്ലാ മേഖലകളിലും ഒരു യൂണിറ്റെങ്കിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനായി കോട്ടേജ് ഇൻഡസ്ട്രി പോലുള്ള മറ്റ് അസംബ്ലി സംവിധാനങ്ങളും പലയിടത്തായി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് റേഡിയോ അസംബ്ലിക്ക്. കെൽട്രോണിൻ്റെ CMD ആയിരിക്കെ തന്നെ ആ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടെയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ അതായിരിക്കും ഒരു ഡബിൾ എൻജിൻ പോലെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ഇത് പറയാനൊരു കാരണമുണ്ട്.
ഇന്ന് ISROയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ചെയർമാൻ ഇസ്രോയും സെക്രട്ടറി ഡോസും ഒരു വ്യക്തിയാണ്. ഭരണത്തിന് വളരെ വേഗത കൂടും എന്നത് നമുക്ക് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഈ കാലഘട്ടത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ രണ്ടാമതൊരു ഇലക്ട്രോണിക് വിപ്ലവത്തിൻ്റെ സമയമാണ്. കാരണം പ്രതിരോധ മേഖലയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്ത ഏത് പ്രോഡക്റ്റിലും 40 മുതൽ 60% വരെ ഇന്ത്യൻ കണ്ടൻറ് ഇല്ലെങ്കിൽ അത് ഡിഫൻസ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം കൂടിയാണ്. ഇതാണ് ആത്മനിർഭർ അഭിയാൻ എന്ന പേരിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടിപ്പിക്കലി ഭാഗമായി കേരളത്തിൽ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം, നമ്മുടെ പ്രവർത്തന മികവ് കൂട്ടണം, കമ്പനിയുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കണം, അങ്ങനെ പലതും ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് എല്ലാം വരുന്നത് ഒന്നുകിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന ഗവൺമെൻറ് സ്കീമിലാണ്. എന്നാൽ ഈ 2 ദിവസം മുമ്പ് ഒരു പാർലമെൻ്ററി ബില്ല് കൊണ്ടുവന്നു, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അതിൻ്റെ ബഡ്ജറ്റഡ് എമൗണ്ട് തന്നെ 20,000 lakhs crores ആണ്. അതായത് ഇന്ത്യയുടെ GDPയുടെ 10%. ഈ 10% അടുത്ത 5 വർഷമായി സ്പെൻഡ് ചെയ്യും. അതായത് ഓരോ വർഷവും 4,000 ലക്ഷം കോടി R&Dക്ക് മാത്രം ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ CMD നാരായണമൂർത്തി സാറിൻ്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒന്ന് PCB പ്ലാന്റ് തുടങ്ങുന്നതിനും, അടുത്തത് സെമി കണ്ടക്ടർ പാക്കേജിംഗ് ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റ് തുടങ്ങുന്നതിനും, പിന്നൊന്ന് ഇലക്ട്രോണിക് പാക്കേജ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി തുടങ്ങാനുമായി ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി വരികയാണ്. നമ്മുടെ ടെക്നിക്കൽ ഡയറക്ടറാണെങ്കിൽ ഒരു ഡോക്ടർ വിജയൻ പിള്ള സാർ നേവൽ ഡിഫൻസിൻ്റെ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. കെൽട്രോണിനെ പറ്റി പറയുകയാണെങ്കിൽ കെൽട്രോൺ കഴിഞ്ഞ വർഷം 10 കോടി, കഴിഞ്ഞ 2 വർഷമായി 10 കോടിക്ക് മുകളിൽ പ്രവർത്തന ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ടീം കെൽട്രോൺ ഒന്നുകൂടി ശക്തിപ്പെടട്ടെ. ഈ വർഷം കൊക്കോണിക്സ് എന്ന കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി കെൽട്രോൺ ഏറ്റെടുത്തു. അത് നമ്മുടെ കമ്പ്യൂട്ടർ മാർക്കറ്റിങ്ങിന് കുറച്ചുകൂടെ സഹായകരമായിരിക്കും വിചാരിക്കുന്നു. നാവിക മേഖലയിൽ ബിസിനസ് കൂട്ടാനായി ക്രാൻസി ഡിഫൻസ് സിസ്റ്റവുമായി ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻറ്റർ ഓഫ് എക്സലൻസ് ക്യുസാറ്റിൽ ആരംഭിച്ചു. ഇത് നമ്മുടെ R&Dക്ക് സഹായമായിരിക്കും. സീഡാക്കുമായി മറ്റ് TOT പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രിബ്യൂട്ട് ഡേ എന്നും ഒരു പുതിയ ടെക്നോളജി പരിചയപ്പെടുത്തിയുള്ള പ്രഭാഷണം ഉണ്ടാകും. കഴിഞ്ഞ വർഷം നമ്മൾ ഇൻഡസ്ട്രി 4 എന്ന മാനുഫാക്ചറിംഗ് സംവിധാനത്തെപ്പറ്റി കേട്ടു. ഇന്ന് എൻ്റെ സുഹൃത്തും ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറുമായ ശ്രീ ഹട്ടൻ നമ്മോടൊപ്പമുണ്ട്. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാൻ വേണ്ട സാങ്കേതിക വിദ്യകൾ നമ്മോട് വിശദീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ ഹട്ടൻ VSSCയുടെ ഒരു വൈബ്രൻറ്റ് പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. PSLVയുടെ പല സങ്കീർണ വാണിജ്യവൽക്കരണ പ്രോജക്റ്റുകളും വിജയകരമായി നടത്തിയ ഒരു വ്യക്തിയുടെയാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അതോടുകൂടി നിർത്താം. ഹിയറിംഗ് എയ്ഡ്, ഹൈ പവർ സിസ്റ്റംസ്, ഡിഫൻസ് സിസ്റ്റം, IT സർവീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ എന്തുകൊണ്ടും ഒരു ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലെ ഒരു സിംഹമാണ്. പക്ഷേ സിംഹത്തിനൊരു കുഴപ്പമുണ്ട്, ചില സമയത്തൊക്കെ അത് ലേസിയാവും. നിങ്ങൾ കാർട്ടൂൺ ഫിലിമിലെല്ലാം കണ്ടു കാണും, മാൻ ഓടിപ്പോകുമ്പോഴും സിംഹം നോക്കിക്കൊണ്ട് കിടക്കും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ, അതായത് ബിസിനസ് അറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞ് ബിൽ ഗേറ്റ് എഴുതിയ ബുക്ക് 1999 പക്ഷേ നമുക്ക് നമ്മുടെ കാഴ്ചയിൽ തന്നെ കാണാം എത്ര വേഗതയിലാണ് 10 വർഷം കൊണ്ട് ഏതാണ്ട് 2 ഡസനോളം ഇൻഡസ്ട്രീസ് നമ്പ്യാർ സാർ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. പക്ഷേ ഇത് ബുക്ക് എഴുതിയ ബിൽ ഗേറ്റ് ഇപ്പോഴും മൈക്രോസോഫ്റ്റുമായി പ്രവർത്തിക്കാം. കേരളത്തെ തന്നെ ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആക്കാം. നമ്പ്യാർ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും അത്. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി ടെക്നിക്കൽ സെഷനാണ്. വിഷയം ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് മിഷൻ ആൻ ഓവർവ്യൂ. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ശ്രീ R. ഹട്ടൻ സാറാണ്. ഇദ്ദേഹം ബാംഗ്ലൂർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൽ ഗഗൻയാൻ മിഷൻ പ്രോജക്റ്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്നു.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇദ്ദേഹം 1996 ISROവിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. രാജ്യത്തിന് അഭിമാനകരമായ ഒട്ടനവധി PSLV പദ്ധതികളിൽ സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. മംഗൾയാൻ ഉൾപ്പെടെയുള്ള 13 PSLV ദൗത്യങ്ങളുടെ പേരിൽ ISRO മെറിറ്റ് അവാർഡും ടീം എക്സലൻസ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സെഷൻ നയിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ബഹിരാകാശത്തേക്ക് പോകാൻ റെഡിയാണോ? എനർജറ്റിക് ആയിട്ടൊന്നും കാണുന്നില്ല. റെഡിയാണോ? യെസ്, ഗുഡ്. ഓക്കെ. എനിവേ, ഹേമേന്ദ്രൻ സർ ആൻഡ് ബെറ്റി മാഡം, ഉഷ മാഡം, എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ച അജയകുമാർ, ഓഫ് കോഴ്സ് ഉഷ മാഡം ഈസ് ഓൾസോ ദയർ. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ. പേര് കേട്ടിട്ട് ആരും ഭയപ്പെടണ്ട. ഹട്ടൻ എന്നുള്ള പേര് ഒരു ഫോറിൻ നെയിമാണ്, പക്ഷേ ഒരു നാടൻ ആളാണ്, പണ്ടാരണ്ട് പറഞ്ഞ മാതിരി. കായംകുളത്താണ് വീട്. ഓക്കെ. പഠിച്ചതൊക്കെ കൊല്ലത്താണ്. നേരത്തെ സ്കൂളിങ്സ് കംപ്ലീറ്റ് ചെയ്ത് കായംകുളത്താണ്. അത് കഴിഞ്ഞ് എനിവേ മാഡം ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ഐ വാസ് ദർ ഇൻ VSSC ഫ്രം 1990 to 2019, ഓൾമോസ്റ്റ് 29 years PSLV PD ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ് പുതിയൊരു സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ M. മോഹനാണ്. റീസെൻ്റ്ലി ഹി ഹാസ് ടേക്കൺ ഓവർ. അതിൽ ആ സെൻറ്ററിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ദാറ്റ് പ്രോജക്റ്റ് ഈസ് കോൾഡ് ഗഗൻയാൻ. അതായത് ഹ്യൂമൻസിനെ നമ്മുടെ ഗ്രൗണ്ട് എർത്തിൽ നിന്നും ഓർബിറ്റിലേക്ക് കൊണ്ടുപോയി വിട്ടാൽ മാത്രം പോരാ, തിരിച്ചും കൊണ്ടുവരികയും വേണം. അതുകൊണ്ട് നമ്മൾ ഓർബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം ഓർബിറ്റിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഹാളിലും. അപ്പോൾ തിരിച്ചിങ്ങ് ലാൻഡ് ചെയ്യുന്നവരെ ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇവിടെ കാണും എന്നുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് 1 hour we will just try to go to orbit and then come back. എനിവേ, കെൽട്രോൺ ആസ് വെൽ എസ് KPP നമ്പ്യാർ സാറിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ സംസാരിക്കാനായിട്ട് എനിക്ക് ആളല്ല അതിൻ്റെ. ബട്ട് നമ്മുടെ വിക്രം സാരാഭായ്, ഡോക്ടർ വിക്രം സാരാഭായ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്ന പോലെ തന്നെ നമ്പ്യാർ സർ ഈ ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു ഫാദർ എന്ന് തന്നെ പറയാം. വായിച്ചുള്ള അറിവേ ഉള്ളൂ. ബട്ട് നിങ്ങൾ ഓരോരുത്തരും അതിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു ദി ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കൺട്രി, ബോത്ത് ഇൻ ദ പ്രോഡക്ട്സ് ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് ഈ R&D ഫീൽഡിൽ അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻസ് ആർ ഇമ്മൻസ്. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ മാഡമും ഹേമേന്ദ്രൻ സാറും തന്നെ അത് ബ്രീഫ് ചെയ്തു. ആൻഡ് നിങ്ങൾ ഇപ്പോൾ കെൽട്രോൺ എന്തിലേക്കാണ് പോകുന്നതെന്നുള്ളതും ഒരു റോഡ് മാപ്പ് എന്നുള്ള രീതിയിൽ ഹേമേന്ദ്രൻ സാർ പറഞ്ഞു. ലോട്ട് ഓഫ് പ്രോജക്ട്സ് ആർ കമ്മിങ് അപ്പ്. ഇൻഫാക്റ്റ് അതാരും ചെയ്യുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ കരങ്ങളിൽ കൂടിയാണ് അത് നടക്കാൻ പോകുന്നത്. So whatever lakhs, crores and all, whatever he has talked about, I think it will get materialized. And I see the strength in each one of you. അപ്പോൾ അത് നിങ്ങൾ നടപ്പിലാക്കും എന്നുള്ളൊരു ഉത്തമ ഒരു വിശ്വാസം തന്നെയുണ്ട്. So like any other organization, Keltron is also really beaming in the country. And ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഇദ്ദേഹം സംസാരിച്ച സമയത്ത് എൻ്റെ ഓർമ്മയിൽ വന്ന കെൽട്രോൺ TV കുറിച്ചാണ്. ആദ്യത്തെ TV നമ്മുടെ വീടുകളിലൊക്കെ അതാണ് വരുന്നത്. 1984 സമയത്തൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് അന്നത്തെ കാര്യം. ഇപ്പം 30 കൊല്ലം 40 കൊല്ലം ഡൗൺ ദ ലൈൻ ഇറ്റ് ഹാസ് ഡെവലപ്ഡ് ലൈക്ക് എനിത്തിങ്.
നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദി ലോഞ്ച് വെഹിക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഈ റോക്കറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഭാഷയിലെ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും. അതായത് വെഹിക്കിൾ വിച്ച് ഈസ് ക്യാരിയിങ് പേലോഡ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് എന്ന് പറയും, ഉപഗ്രഹങ്ങൾ. അതിനെ എർത്തിൽ നിന്നും ഓർബിറ്റിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. സോ ദേ ആർ ലൈക്ക് പാസഞ്ചേഴ്സ്, ദോസ് ആർ ലൈക്ക് പാസഞ്ചേഴ്സ്. അതിനെ കൊണ്ടുപോകുന്ന വെഹിക്കിളിനെ നമ്മൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും. ദ വെഹിക്കിൾ വിച്ച് ഈസ് യൂസ് ഫോർ ലോഞ്ചിങ് ദീസ് സാറ്റലൈറ്റ്സ് ഇൻ ടു ദ ഓർബിറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ലോഞ്ച് വെഹിക്കിളിലും ഈ പറഞ്ഞ ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ്സിലും നിങ്ങളുടെ ഓരോരുത്തരുടെ കെൽട്രോണിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈസ് വെരി ഹ്യൂജ്. അത് നിങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ഈച്ച് വൺ ഓഫ് എസ് നോ, നിങ്ങൾ ഓരോ സബ് അസംബ്ലി ആയാലും ഈ ഏവിയോണിക്സ് പാക്കേജ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ടെസ്റ്റിംഗ് ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ PSLV ആയാലും GSLV ലോഞ്ച് വെഹിക്കിൾ ആയാലും ഈവൻ LVM-3 എന്ന് പറയുന്നതും പല സാറ്റലൈറ്റ്സ് ISRO URO സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരിൽ, അവിടുത്തെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം വെരി വെരി ക്ലിയർ ആണ്. സോ ദാറ്റ് വേ let me really congratulate all of you for the excellent contributions that you are making, not only in the electronics field, which is your core area, but then as part of the development of the launch vehicle as well as the satellites, whatever that you are doing to the whole of the ISRO and to the country is really huge. So first of all, let me applaud, and then let me congratulate all of you for continuing to doing that. Thank you. ഇപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാം ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ചെല്ലാം അറിയാം, ബിക്കോസ് യു ആർ ഓൾസോ ഇൻവോൾവ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. എന്താണ് ഈ ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാം, വാട്ട് ഈസ് ഓൾ വി ആർ ടോക്കിംഗ് അബൌട്ട്. ഇൻഫാക്ട് അതും നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. ഇൻ എ കൺസോളിഡേറ്റഡ് വേ നമുക്ക് ഇതിനകത്തുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനം. അതായത് സാധാരണഗതിയിലെ സാറ്റലൈറ്റ്സിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ഒരു സാറ്റലൈറ്റിനെ എടുത്ത് റോക്കറ്റിൻ്റെ മണ്ടയ്ക്ക് അസംബിൾ ചെയ്ത് നേരെ അതിനെ ലോഞ്ച് ചെയ്യുക, ഓർബിറ്റ് കൊണ്ടുപോയി വിടുക, അതോടുകൂടി തീർന്നു. എന്നിട്ട് സാറ്റലൈറ്റ് വിൽ ഡു ദ റെസ്റ്റ് ഓഫ് ദ ജോബ്. അവിടെ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങി വേണ്ടുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് എർത്തിലേക്ക് അയക്കുന്നു. എർത്തിൽ അതിൻ്റെ റിസീവിങ് സ്റ്റേഷൻസ് ഉണ്ട്. അത് പല പല ഉപയോഗങ്ങൾക്ക്, ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് അത്ര ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ജീവനാണ്. അപ്പോൾ ജീവനോട് കൂടി ഒരാളിനെ കൊണ്ടുപോവുകയും വേണം, അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരികയും വേണം. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് ടാസ്ക്. ബിക്കോസ് ഈ പറയുന്ന ഓർബിറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആ ഓർബിറ്റുള്ള എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ പുറത്തുള്ള എൻവയോൺമെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എൻ്റെ കൂട്ടല്ല. കറക്റ്റ്, എല്ലാവർക്കും അറിയാം അത് ശൂന്യാകാശമാണ്. ഏതാണ്ട് ഒരു 80 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ശൂന്യാകാശമാണെന്ന്. ശൂന്യമാണ്, ആകാശം ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? സ്കൈ, നമ്മൾ പറയും എപ്പോഴും സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന്. സ്കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മേളോട്ട് പോയിക്കൊണ്ടിരുന്ന എന്തെങ്കിലും വല്ലതും ഉണ്ടോ? അടപ്പ് മാതിരി വല്ലതും ഉണ്ടോ? ഒന്ന് തൊടാനായിട്ടൊന്നുമില്ല. സോ നമ്മൾ സാധാരണ പറയാറുണ്ട്, ചിന്തിച്ചാൽ എന്താണ് പറയുന്നത്, ഒരന്തവും ഇല്ലെന്നുള്ളത് പറയുന്ന മാതിരി ഒരു മലയാളത്തിൽ പ്രോവർബുണ്ട്. സോ പ്രപഞ്ചം അങ്ങനെയാണ്. അപ്പോൾ അതിനകത്തൊന്നും ഒരു ഇതില്ല, ഒരു ലിമിറ്റൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോറും എന്താണ് നമ്മൾ കാണുന്നത്? ഈ പറയുന്ന എർത്ത് എന്നുള്ള പ്ലാനറ്റ് ഉണ്ട്, കുറേ പ്ലാനറ്റ്സ് ഉണ്ട്, നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പിന്നെ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി, ഇങ്ങനെ പറഞ്ഞ് നക്ഷത്രങ്ങൾ, നക്ഷത്ര ലോഹങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തമില്ല എന്ന് പറയുന്ന ആ ഒരു പ്രോവർബ് ഈസ് വെരി വെരി കറക്റ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രപഞ്ചം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശൂന്യാകാശത്ത് നമ്മൾ പോയി കഴിയുമ്പോൾ ഈ പറയുന്ന ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയും, നമ്മൾ ആ പോകുന്ന മനുഷ്യൻ ഈ ക്യാപ്സ്യൂളിനകത്ത്, ഒരു കാർ മാതിരി ഒരു ക്യാപ്സ്യൂളിനകത്ത് കയറി ഇരുന്ന് അതിനകത്തുള്ളിൽ നിന്നാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഗ്രൗണ്ടിൽ നിന്നും ഓർബിറ്റിലേക്ക് പോകുന്നു. ഈ ഓർബിറ്റ് എന്ന് പറയുന്നത് വളരെ ദൂരമൊന്നുമല്ല, 400 കിലോമീറ്ററാണ്. നമുക്കറിയാം 400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പ്രോബ്ലി പാലക്കാട് പോകുന്നതിനും ദൂരമേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ ടെറസ്ട്രിയൽ എന്ന് പറയും, എർത്തിൽ കൂടി പോകുന്നതാണ്. നേരെ മേപ്പോട്ട് വെച്ച് പിടിച്ചാൽ നേരെ നമുക്ക് ശൂന്യാകാശത്തെത്താം. ബിയോണ്ട് 100 കിലോമീറ്റർ, അതിന് കാർമാൻ ലൈൻ എന്ന് പറയും. ഒരു ഇമാജിനറി ലൈനാണ്, അതായത് സ്പേസിനെ അറ്റ്മോസ്ഫിയറുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ, കാർമാൻ ലൈൻ. അതൊരു ഇമാജിനറി ലൈനാണ്. നമ്മളവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു രേഖയൊന്നും കാണത്തില്ല. ബട്ട്സ് ഓൺലി എൻ ഇമാജിനറി ലൈൻ സെപ്പറേറ്റിംഗ് ദ സ്പേസ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പുറത്ത് അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല. കറക്റ്റ്, 100 കിലോമീറ്റർ 200 കിലോമീറ്റർ 300 കിലോമീറ്റർ പോകുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല. അപ്പോൾ അവിടെ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീംസ് ആണ്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ 28, 30, 35, 40 ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ പൊള്ളും. പക്ഷേ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പം 100, 200, 250 പ്ലസ് സൈഡ്, അതുപോലെ തന്നെ മൈനസ് സൈഡും പോകും. അതായത് ഡീപ്പ് സ്പേസ് എന്ന് പറയും, സൂര്യൻ കാണാത്ത മറ്റു വശം. അവിടെ ചെന്നപ്പോഴത്തേക്ക് -150 താഴെയാണ്, ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയും. നമുക്കറിയാം ക്രയോജനിക്സ്, കറക്റ്റ്, -150 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെ പോയി കഴിഞ്ഞാൽ ഈ ലിക്വിഡ് എല്ലാം, അല്ലെങ്കിൽ ഗ്യാസസ് എല്ലാം ലിക്വിഫൈ ആകുന്ന ഒരു ടെമ്പറേച്ചർ. നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ പറയാറുണ്ട്, ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ, അതെല്ലാം -200, -240, 260 കെൽവിനിലൊക്കെയാണ്, ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അതൊക്കെ ലിക്വിഡ് ഫോമിൽ നിൽക്കുന്നത്. അങ്ങനത്തെ ക്രയോജനിക് ടെമ്പറേച്ചർ ഓൾസോ വിൽ ബി ദാറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീംസാണ് അവിടെ സ്പേസ് എന്ന് പറയുന്നത്. അത് മാത്രമാണോ? റേഡിയേഷൻ, നമ്മുടെ വികിരണങ്ങൾ നമ്മൾ പറയില്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, ഇത് എല്ലാതരം റേഡിയേഷൻസും അവിടെ ഉണ്ട്. നമ്മൾ ഈ വിസിബിൾ ലൈറ്റ് മാത്രമല്ല,
നമ്മുടെ മൈക്രോവേവ് ഉണ്ട്, മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നു അല്ലേ. മൈക്രോവേവ്സ്, അൾട്രാവയലറ്റ് റേസ്, ഗാമ റേസ്, എക്സ് റേസ് എന്ന് പറയുന്ന എല്ലാ കൈൻഡ് ഓഫ് റേസും ഫ്രീലി അവൈലബിൾ ആണ്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ചുമ്മാ കാല് കാണിച്ച് കഴിഞ്ഞാൽ എക്സ്റേ എടുക്കാം എന്ന് പറഞ്ഞ മാതിരിയാണ്. വളരെ ഫ്രീ ആയിട്ട് എക്സ്റേസ് അവൈലബിൾ ആണ്. ഇതെല്ലാം വളരെ ദോഷകരമാണ്. നമുക്കറിയാം നമ്മളുടെ ഈ സെൽസ് എന്ന് പറയുന്ന ഇതെല്ലാം വളരെ ദോഷകരമാണ്. എക്സ്റേ എടുക്കുന്നതും എല്ലാം എടുക്കുന്നതും വളരെ ദോഷകരമാണ്. ഐ മീൻ എക്സ്പോഷർ കൂടി കഴിഞ്ഞാൽ അതിനൊക്കെ ഓരോ ലിമിറ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഡോക്ടേഴ്സൊക്കെ എക്സ്റേ ഒക്കെ എടുക്കുന്നത്. ബട്ട് ബിയോണ്ട് സഡൻ ലിമിറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് അസ് ഓൾസോ. സോ ഇങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് സ്പേസിൽ. അപ്പോൾ അങ്ങനെ ഒരിടത്ത് വളരെ സേഫാണോ നമുക്ക് പോകുന്നത്? അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാറ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാപ്സ്യൂള് ഇതിനകത്ത് വളരെ സേഫാണോ? ഈ പറയുന്ന ക്യാപ്സ്യൂൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? ഈ റേഡിയേഷൻസിനെ ഒന്ന് ടെമ്പറേച്ചർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ പുറത്ത് അറ്റ്മോസ്ഫിയർ ഇല്ല, വായു ഇല്ല. അപ്പോൾ ഇതിനകത്ത് വായു വേണം. ഈ വായു എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ വായു ഉണ്ട്, പക്ഷേ ഇവിടെ എല്ലാം വെന്റിലേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു. എന്താ പറയുന്നത്, ഒരു കണ്ടെയ്ൻഡ് ഒരു വോളിയം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു കാറ് മാതിരിയുള്ള കാറിൻ്റെ 4 ഗ്ലാസും വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചൂടെടുക്കും, നമ്മൾ വീശാൻ തുടങ്ങും. കാരണം എന്താ, നമ്മൾ തന്നെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസിങ് ഒബ്ജക്റ്റാണ് അല്ലേ. നമ്മുടെ മെറ്റാബോളിസം ഉണ്ട്, നമ്മുടെ ശരീരത്തെ മെറ്റാബോളിസം ഉണ്ട്. അത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 100 തൊട്ട് 150 വാട്ട് വരെ ഡെയിലി നമ്മൾ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 പേരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഹീറ്റ് പ്രൊഡക്ഷൻ വളരെ കൂടും. അത് മാത്രമല്ല നമ്മുടെ ഈ ക്യാപ്സ്യൂളിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവും കുറവും. കാര്യം നമ്മൾ ഈ ഇൻഹെയിൽ ചെയ്യുകയാണ്, ഓരോ നിമിഷവും നമ്മൾ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുക. വേറെ ഒന്നും ഇല്ല, അവിടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമൊന്നും ഇല്ല. അപ്പോൾ ഓക്സിജൻ കറക്റ്റായിട്ട് ഇതിനെ ക്യാപ്സ്യൂളിനകത്ത് വേണം ചെയ്യും, അല്ലെങ്കിൽ ശ്വാസം മുട്ടും. നമ്മുടെ ബ്ലഡിനകത്ത് ഓക്സിജൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡാണല്ലോ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്, ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ലങ്സിൽ പോകും, ലങ്സിൽ നിന്ന് ബ്ലഡിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യും. ഈ ബ്ലഡിനെ ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നു, എല്ലായിടത്തും കൊണ്ടുപോകുന്നു. അപ്പോൾ സെൽസ് എല്ലാം റിവൈവ് ആവുന്നു, ഓക്സിജൻ എടുക്കുന്നു, ന്യൂട്രിയൻസ് കിട്ടുന്നു, അപ്പോൾ സെൽസ് എല്ലാം റിവൈവ് ആവുന്നു, വി ആർ കോൺഷ്യസ്. അപ്പോൾ ഈ പറയുന്ന ഓക്സിജൻ ഇല്ലെന്നുണ്ടെങ്കിലോ നമുക്ക് അബോധാവസ്ഥയിലേക്ക് പോകും, ബ്രെയിൻ ഒരു സെഡേഷനിലേക്ക് പോകുന്നവർ. അപ്പോൾ ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഓക്സിജൻ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, റിക്വയർഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. നമുക്കറിയാം ഈ അറ്റ്മോസ്ഫിയറിനകത്ത് ഏതാണ്ട് ഒരു 20% ഓക്സിജൻ ഉണ്ട് അല്ലേ, ബാക്കി നൈട്രജൻ ഉണ്ട് 70 or plus. അപ്പോൾ ഈ പറയുന്ന ഓക്സിജൻ്റെ ആ ഒരു പാർഷ്യൽ പ്രഷർ ppm എന്ന് പറയും, ആ പാർഷ്യൽ പ്രഷർ വി നീഡ് ടു മെയിൻറ്റെയിൻ. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? ഈ ക്യാപ്സ്യൂളിനകത്ത് എന്തെങ്കിലും റീജനറേറ്റ് ചെയ്യുന്നുണ്ടോ? മേ ബി ഒരു ലോങ് ഡ്യൂറേഷൻ മിഷനെ കുറിച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ റീജനറേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്സിജൻ ക്യാരി ചെയ്തുകൊണ്ട് പോകണം. നമ്മൾ ഈ വീട്ടിനകത്തൊക്കെ LPG സിലിണ്ടർ, അതിനകത്ത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നമ്മൾ ക്യാരി ചെയ്യുന്നു. അത് ഗ്യാസ് തീരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സിലിണ്ടർ മാറ്റണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഓക്സിജൻ ഒരു സിലിണ്ടറിനകത്ത് ആക്കിയിട്ട് നമ്മൾ ക്യാരി ചെയ്യണം. ആ സിലിണ്ടറിനകത്ത് ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ ശ്വസിക്കാനായിട്ട് ഓക്സിജൻ ഇല്ല. അപ്പം മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ആ സമയത്ത്. അത് മാത്രമാണോ? കാർബൺ ഡൈ ഓക്സൈഡ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടിക്കഴിഞ്ഞാലും കുഴപ്പമാണ് അല്ലേ. വിനോ, കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്, പ്ലാന്റ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനെയും നമുക്ക് അബ്സോർബ് ചെയ്യണം, അതിനുള്ള സിസ്റ്റം വേണം. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിനെയാണ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ജീവനെ നിലനിർത്തുന്ന സിസ്റ്റംസും ഈ പറയുന്ന ക്യാപ്സ്യൂളിനകത്ത് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസിനകത്തുണ്ട്. ഇതൊക്കെ പുതിയ ടെക്നോളജിയാണ്. ഇതൊക്കെ നമ്മൾ ISROയിൽ നമ്മൾ സാധാരണ രീതിയിൽ ലോഞ്ച് വെഹിക്കിൾ സ്പേസ് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ടെക്നോളജി ഒന്നും നമ്മൾ ഡീൽ ചെയ്യാറില്ല. ഇതൊക്കെ ഈ അറ്റ്മോസ്ഫിയറിനകത്ത് സുലഭമായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഡെയിലി ഇൻഹെയിൽ ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ പൊല്യൂഷൻ, കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും മാസ്ക് വയ്ക്കാൻ തുടങ്ങി, ഓക്സിജൻ കിട്ടുന്നില്ല, ഓക്സിജൻ സിലിണ്ടറിലേക്ക് പോകുന്നു. അപ്പോൾ ഓക്സിജൻ്റെ വില മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് വി ആർ നോട്ട് കൺസേൺഡ്, വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇത് ഷോർട്ടേജ് വരുമ്പോഴാണ് പ്രശ്നം. എസ്പെഷ്യലി ഇങ്ങനെയുള്ളൊരു മിഷനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കുകയും വേണം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു അപകടം നടന്നു അല്ലേ, നിങ്ങളെല്ലാം വായിച്ചാണ്. ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു സബ്മേഴ്സിബിൾ, അത് താഴെ ടൈറ്റാനിക് എന്ന് പറയുന്ന 1912 അങ്ങനെ ഒരു ഷിപ്പ് റെക്കേജ് വന്നതിനെ സന്ദർശിക്കാനായിട്ട് പോയ ഒരു ടൂറിസ്റ്റ് വെഹിക്കിളാണ്. ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ഡൗൺ ഇൻ ടു ദി ഓഷൻ പോയതാണ്. അത് പോകുന്ന വഴി അപകടം സംഭവിച്ചു. അത് ഇംപ്ലോഡായെന്ന് പറയുന്നത്, ഒരു എക്സ്പ്ലോഷൻ നടന്നു, അതിനകത്ത് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഓക്സിജൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 96 മണിക്കൂറാണ്, 4 ദിവസത്തേക്കേ ഉള്ളൂ. അവർ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പ്ലാൻ ചെയ്താൽ 12 മണിക്കൂർ കൊണ്ട് ഡൈവ് ചെയ്ത് ആ സാധനം കണ്ട് ഫോട്ടോഗ്രാഫ് എടുത്ത് തിരിച്ചു വരാൻ പോയതാണ്. പക്ഷേ അവിടെയും ഓക്സിജൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അതാണ് ഇപ്പം സംഭവം നടന്നിട്ട് ഇപ്പോൾ 5-6 ദിവസമായി, അതുകൊണ്ട് ഇപ്പോൾ ആളിനെയും കിട്ടിയില്ല. അപ്പം നാച്ചുറലി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ടു ദാറ്റ്. അപ്പോൾ ഇതിനെല്ലാം ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് റിസോഴ്സാണ്. അപ്പോൾ അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു മിഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഹ്യൂമൻ സ്പേസ് മിഷൻ അല്ലെങ്കിൽ ഈ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആളിനെ ഇവിടുന്ന് ഓർബിറ്റിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരിക. എത്ര ദിവസം? 1 ദിവസം, 2 ദിവസം, മാക്സിമം 3 ദിവസം. ഇതാണ് നമ്മുടെ കപ്പാസിറ്റി. അല്ലാതെ നമ്മളിപ്പോൾ ചൊവ്വയിലേക്കൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മാഴ്സിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ISRO പോയിട്ടുണ്ടോ മാഴ്സിൽ? ഒരു മിനിറ്റ്. ഹലോ,
അപ്പോൾ ഈ മാർസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2013 ഇന്ത്യൻ മാർസ് മിഷൻ നടന്നു അല്ലേ, MOM എന്ന് പറയും, മോം. അപ്പോൾ ഈ ഒരു മാർസ് മിഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് മാർസിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 10 months എടുക്കും, 300 ദിവസം മാർസിലേക്ക് പോകാൻ. അത് പോകുന്ന വെലോസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ റോക്കറ്റ് വിടുന്നത് ഏതാണ്ട് 7.4 km/s ആണ്. ആ ഒരു വെലോസിറ്റിയിൽ ഏതാണ്ട് ഒരു 300 ദിവസം ട്രാവൽ ചെയ്യുമ്പോഴാണ് മാർസിൽ പോകുന്നത്. അവിടുന്ന് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇതേമാതിരി തന്നെ അടുത്ത 300 ദിവസം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 20 months, സംതിങ് ലൈക്ക് 2 years വേണം പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ സമയം അത്രയും നമുക്കൊരു സിലിണ്ടറൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുമോ, ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചോണം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഓക്സിജനെ റീജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു വളരെ ചെറുതായിട്ടുള്ളൊരു മെൻഷൻ ഞാൻ ഇന്നത്തെ ഒരു ഇതിൽ കൂടി ജസ്റ്റ് ഐ വിൽ ട്രൈ ടു ബ്രീഫ് യു ഓൺ ദിസ്. ഓഫ് കോഴ്സ് വിക്രം സാരാഭായെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമാണ്. 1960s 1970s ഇസ്രോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെ ISRO എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന സാറ്റലൈറ്റ്സും അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിളും എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കാരണം അന്നത്തെ കാലത്തൊക്കെ 1945 വേൾഡ് വാർ 2 എല്ലാം കഴിഞ്ഞിട്ട് ചില കൺട്രീസ് ലൈക്ക് റഷ്യ, അന്ന് USSR ആയിരുന്നു അല്ലേ, USSR അതുപോലെ USA, ഇവരെല്ലാം കമ്പീറ്റ് ചെയ്യുകയാണ് ആരാണ് നമ്പർ 1. ഈ സമയത്ത് അവർ 1969 മൂണിൽ പോയിട്ടുണ്ട്. നമുക്കറിയാം അമേരിക്ക, നീൽ ആംസ്ട്രോങ് 1969 അപ്പോളോ എന്ന് പറയുന്ന സാറ്റലൈറ്റ് എന്ന് പറയുന്ന റോക്കറ്റിൽ അപ്പോളോ എന്ന് പറയുന്ന ഒരു മോഡ്യൂളിനകത്ത് അവർ ട്രാവൽ ചെയ്ത് പോയിട്ട് വന്നവരാണ്. സക്സസ്ഫുൾ ആയിട്ട് അതെല്ലാം കഴിഞ്ഞാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ISRO സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇൻഫാക്ട് 1972 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് തന്നെ ഉണ്ടാകുന്നത്. ISRO 1968-69 ടൈമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വിക്രം സാരാഭായ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, വി ആർ നോട്ട് ഹിയർ ടു കമ്പീറ്റ് വിത്ത് any of the advanced nations like USSR, USA and people like them. But then നമുക്ക് മീനിങ് ആയിട്ട് നമുക്കൊരു റോൾ ഈ പറയുന്ന സ്പേസ് ടെക്നോളജിയിൽ വേണമെന്നുണ്ടെങ്കിൽ വി ഓൾസോ ഹാവ് ടു സ്റ്റാർട്ട്. എന്നിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് ഓഫ് ടേക്കിംഗ് സാറ്റലൈറ്റ് ടു ഓർബിറ്റ്, എന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രയോജനം ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളുടെ തന്നെ കോമൺ മാനിന്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കണം. അല്ലാതെ വി ആർ നോട്ട് ഹിയർ ടു കമ്പീറ്റ് വിത്ത് ദം, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇൻഫാക്ട് ദാറ്റ് വിഷൻ ഇറ്റ് സെൽഫ് ഈസ് കണ്ടിന്യൂയിങ് ആൻഡ് ഡൗൺ ദ ലൈൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 50 years 60 years ആകുന്നുണ്ട്. യു ക്യാൻ സീ വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റ്സ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഫീൽഡ്. ഇതൊരു ഗ്ലിംസ് കാണിക്കുന്നതാണ്. താഴെ യു ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് ബോട്ടം ലൈനിൽ വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ലോഞ്ച് വെഹിക്കിൾസ് ദാറ്റ് ISRO വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് കെൽട്രോൺ ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദാറ്റ്. അതായത് നമ്മൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ തുടങ്ങിയതാണ് 1980s ഡോക്ടർ APJ അബ്ദുൽ കലാം ആസ് എ പ്രോജക്ട് ഡയറക്ടർ. അത് കഴിഞ്ഞിട്ട് ഓഗ്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ യു ക്യാൻ സീ ഹിയർ SLV, പിന്നെ ASLV എന്ന് പറയും. അത് കഴിഞ്ഞ് PSLV, ഇപ്പോഴത്തെ വർക്ക് ഹോഴ്സ് ലോഞ്ചർ ഓഫ് ISRO എന്ന് പറയുന്ന പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. അത് കഴിഞ്ഞിട്ട് GSLV ഉണ്ട്, അത് കഴിഞ്ഞിട്ട് LVM-3 ഉണ്ട്. ഇപ്പോൾ ഈ 3 വെഹിക്കിളാണ്, അതായത് PSLV, GSLV ആൻഡ് LVM-3. ഇത് 3 ഇപ്പോൾ ലൈവിലായിട്ടുള്ളത് അല്ലേ. അതായത് നമ്മൾ PSLV എന്ന് പറയുന്നത് പോളാർ സാറ്റലൈറ്റ്. എന്താണ് ഈ പോളാർ സാറ്റലൈറ്റ്? നമുക്കറിയാം എർത്ത്, ഭൂമി, അതിന് പോൾസ് ഉണ്ട് അല്ലേ, ലൈക്ക് നോർത്ത് പോൾ, സൗത്ത് പോൾ. അപ്പോൾ ഏതൊരു സാറ്റലൈറ്റിനെ നമ്മൾ ഈ പോളിന് ചുറ്റും വിടുന്നോ അത് പോളാർ ഓർബിറ്റ് എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് ഗോയിങ് നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഒരു എർത്തിനെ നമ്മൾ സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ അതിന് വലം വയ്ക്കുന്നത് അത് പോളാർ ഓർബിറ്റ്. ഇക്വേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമധ്യരേഖ. അപ്പോൾ അതിന് വലം വയ്ക്കുന്നതിന് ഇക്വറ്റോറിയൽ ഓർബിറ്റ് പറയും. അപ്പോൾ ഓരോ സാറ്റലൈറ്റിനെയും ഓരോ ഓർബിറ്റിൽ കൊണ്ട് വിടുന്നതിന് അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻ്റ് ഉണ്ട്, ആവശ്യകതയുണ്ട്. ഏത് സാറ്റലൈറ്റാണ് പോളാറിലേക്ക് പോകേണ്ടത്, ഏത് സാറ്റലൈറ്റാണ് ഇക്വറ്റോറിയൽ ഓർബിറ്റ് പോകേണ്ടത്. അത് നമ്മൾ സാധാരണ അറിയാം, ഈ ഭൂമി കറങ്ങുന്നുണ്ടല്ലോ, ഉണ്ടോ? ഭൂമി കറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഡേ ആൻഡ് നൈറ്റ് വരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ഒരു വട്ടം കറങ്ങും നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ 365 ദിവസം കൊണ്ട് ഒരു വലം വയ്ക്കുകയും പറയും. അപ്പോൾ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു 24 മണിക്കൂർ കൊണ്ട് ഇതിങ്ങനെ കറങ്ങുക അല്ലേ. ഇത് ഈസ്റ്റ് വെസ്റ്റ് കറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു ബോൾ എടുത്തിട്ട് അതിങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ കറങ്ങുക. നമ്മളിങ്ങനെയാണ് പോകുന്നത് പോളാർ ഓർബിറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു വട്ടം കറങ്ങി വരുമ്പോഴത്തേക്ക് ഈ ഭൂമിയും കുറച്ച് കറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് കറങ്ങി തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തിരുവനന്തപുരത്തിൻ്റെ പുറത്തൂടെ പോയെങ്കിൽ നമ്മൾ തിരിച്ച് ഒരു വട്ടം കറങ്ങി വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ആയിരിക്കില്ല. കാരണം ഭൂമി കുറച്ച് ആംഗുലാർ റൊട്ടേഷൻ നടന്നു കാണും. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് വശം മേ ബി ടുവേഴ്സ് ദ അറബ് സൈഡ് ആയിരിക്കും കാണുക. വീണ്ടും നമ്മൾ ഒരു വട്ടം കറങ്ങി വരുമ്പം വീണ്ടും ഭൂമി കറങ്ങുന്നുള്ളതുകൊണ്ട് അപ്പം നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു വട്ടം നമ്മൾ ഈ ഓർബിറ്റ് എന്ന് പറയുന്നത് 90 മിനിറ്റാണ്, 1.5 മണിക്കൂറാണ്. ജസ്റ്റ് ഇമാജിൻ, അതായത് ഒരു സാറ്റലൈറ്റിനെ നമ്മൾ ഓർബിറ്റിൽ വിട്ട് കഴിഞ്ഞാൽ അത് ഇറ്റ് ക്യാൻ ബി 500 കിലോമീറ്റർ 800 കിലോമീറ്റർ. അത് ഭൂമിക്ക് ഒരു വട്ടം ഈ പോളാർ ഓർബിറ്റിൽ കറങ്ങി വരുന്നതിന് 90 മിനിറ്റ് കൊണ്ട് വരും, 90 മിനിറ്റ്സ്. അപ്പോൾ ഈ 90 മിനിറ്റ്സ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ, ഈ 1.5 മണിക്കൂർ കൊണ്ട് ഭൂമിയും കറങ്ങിയിട്ടുണ്ടല്ലേ.
24 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി, അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് അത്രയും 22.5 ഡിഗ്രി ഇത് കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വട്ടം കറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയെ മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ റിസോഴ്സസ് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോളാർ ഓർബിറ്റിൽ പോകണം. നമ്മളിങ്ങനെ പോയി വരുമ്പോഴത്തേക്കും ഭൂമി കറങ്ങിയിരിക്കും, അടുത്ത സ്ഥലം നമ്മൾ നോക്കും, വീണ്ടും നമ്മൾ പോയി വരുമ്പോഴത്തേക്ക് വീണ്ടും അതങ്ങനെ ഭൂമി കറങ്ങുമ്പോൾ മൊത്തം ഭൂമി നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. നമുക്കതിനെ സർഫസ് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അതിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. മുകളിൽ അവിടെ പോയി നിന്നിട്ട് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ നോക്കുക. അതിപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറിനെ കുറിച്ചായാലും, അല്ലെങ്കിൽ സോയിൽ എറോഷനെ കുറിച്ചായാലും, അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ അതിനെക്കുറിച്ചായാലും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡ് മാപ്പിംഗ്, അതായത് നമുക്ക് പിന്നെ ഇത് ടൗൺ പ്ലാനിങ് ചെയ്യണം, റോഡ്സ് എങ്ങനെ വേണം, സിറ്റീസ് എങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ളൊരു മാപ്പിംഗ് ചെയ്യുന്നതിനും എല്ലാം നമുക്ക് ഈ പറയുന്ന റിമോട്ട് സെൻസിങ്ങിൽ കൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ പോളാർ ഓർബിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നോർത്ത് പോൾ ടു സൗത്ത് പോൾ പോകണം, PSLV അതിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ GSLV എന്ന് പറയുന്നത് ജിയോ സിങ്ക്രണസ്, എർത്തുമായിട്ട് സിങ്ക്രണസ് ആയിരിക്കണം. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് ടു വെസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എല്ലാം നമ്മൾ വിടുന്നത് ഇക്വട്ടോറിയൽ ഓർബിറ്റിലാണ്. കാരണം അതിൻ്റെ പേര് തന്നെ കമ്മ്യൂണിക്കേഷനാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 2 പേര് ഒരേ സമയം ഒരേ സ്പീഡിൽ വേണം പോകാൻ. അല്ലാതെ ഒരാൾ വളരെ സ്പീഡിലും ഒരാൾ പതുക്കെ പോയി കഴിഞ്ഞാൽ ക്യാൻ യു ഹാവ് എ കമ്മ്യൂണിക്കേഷൻ? നോട്ട് പോസിബിൾ. അപ്പോൾ 2 പേരും ഒരേ സ്പീഡിൽ പോകുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് എ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഒരു ഈ ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത് 36,000 കിലോമീറ്റർ എബോവ് ദ സർഫസ് ഓഫ് ദ എർത്താണ്. അപ്പോൾ ഇത് പണ്ട് ആർതർ ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഈ 36,000 കിലോമീറ്ററിൽ പോയി കഴിയുമ്പോൾ അവിടെ ഒരു സാറ്റലൈറ്റിന് ഈ നമ്മൾ ഈ എർത്തിനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഏതൊരു സാറ്റലൈറ്റിനും അതിൻ്റെ ഓർബിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പീഡ് വേണം. എന്താണ് അതിൻ്റെ കാര്യം? സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്താൽ, സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിയിൽ നിന്ന് അങ്ങ് പോകും. നമ്മുടെ അമ്മയുടെ കൈ വിട്ട് പോകുമെന്ന് പറഞ്ഞ മാതിരി നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിയിൽ നിന്ന് ഈ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റ് അങ്ങ് പോകും. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാലോ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ കൊണ്ട് നേരെ അങ്ങ് ഭൂമിയിലേക്ക് ഇങ്ങ് പതിക്കും, ഹാർഡ് ലാൻഡിങ് ആയിരിക്കും, സംഭവം ക്രാഷ് ആവും. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. ഗ്രാവിറ്റേഷണൽ പുള്ളും ഈ പറയുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സും രണ്ടും ബാലൻസ് ചെയ്തുള്ളൊരു സ്പീഡിൽ വേണം ഈ പറയുന്ന സാറ്റലൈറ്റ് പോകാനായിട്ട്. അപ്പോൾ ഓരോ ഓർബിറ്റിലും അതിൻ്റേതായ ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്. നമ്മൾ സാധാരണ 400 കിലോമീറ്റർ, 500 കിലോമീറ്റർ, 600 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഏതാണ്ട് ആ സ്പീഡ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 7.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ പറയുന്ന ഫോഴ്സസ് ബാലൻസ് ചെയ്യുമ്പോൾ യു ക്യാൻ ഓൾസോ കമ്പ്യൂട്ട് വാട്ട് ഈസ് ദ വെലോസിറ്റി ദാറ്റ് ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ ദ സാറ്റലൈറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറയുന്നത് ഭ്രമണപഥമാണ്, അതായത് ഭൂമിക്ക് ചുറ്റും പോകുന്ന ആ ഒരു പാതയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർബിറ്റിനും ഓരോ ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്. 36,000 കിലോമീറ്ററിൽ ഏതാണ്ട് 3 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ 3 കിലോമീറ്റർ പെർ സെക്കൻഡിൻ്റെ സ്പീഡിൽ പോയി കഴിയുമ്പോൾ അതിങ്ങനെ 36,000 കിലോമീറ്ററിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഇറ്റ് വിൽ ബി മൂവിങ് അറൗണ്ട് ദി എർത്ത് ഇൻ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആംഗുലാർ സ്പീഡും എർത്തും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എർത്ത് ഓൾസോ ഇസ് റൊട്ടേറ്റിംഗ് ഈസ്റ്റ് ടു വെസ്റ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ആംഗുലാർ സ്പീഡ് ഒരേപോലാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ടു ആൻ ഒബ്സർവർ ഓൺ എർത്ത് ദ സാറ്റലൈറ്റ് വിൽ ബി ലുക്കിംഗ് സ്റ്റേഷനറി. കാരണം രണ്ടിൻ്റെയും സ്പീഡ് ഒരേപോലെ, എർത്തും മൂവ് ചെയ്യുന്നുണ്ട്, ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, രണ്ടിൻ്റെയും ആംഗുലാർ സ്പീഡ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ രാത്രി നോക്കിക്കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് എവിടെ കാണുന്നോ അത് അവിടെ തന്നെ നിൽക്കുകയല്ല, അത് മൂവ് ചെയ്യാണ്, നമ്മൾ മൂവ് ചെയ്യാണ്, രണ്ടുപേരും മൂവ് ചെയ്യുന്നുണ്ട്, ഒരേപോലെ നിൽക്കുകയാണെന്നുള്ളത് തോന്നുന്നു. സോ കമ്മ്യൂണിക്കേഷന് യു ഹാവ് ടു ഗോ ടു ആൻ ഇക്വറ്റോറിയൽ ഓർബിറ്റ് ബിക്കോസ് വേർ യു ഹാവ് എ ഓൾമോസ്റ്റ് ദ സെയിം സ്പീഡ് ഓഫ് ദി എർത്ത് ഇക്വറ്റോറിയൽ. അപ്പം കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എല്ലാം ഈ പറഞ്ഞ ഇക്വറ്റോറിയൽ ഓർബിറ്റിൽ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ സാറ്റലൈറ്റ്സ് ഈ സൈഡിലുണ്ട്, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, നാവിഗേഷൻ സാറ്റലൈറ്റ്സ്. റീസെൻ്റ്ലി GSLV F12 എന്ന് പറയുന്ന ഒരു ലോഞ്ച് വെഹിക്കിൾ മെയ് 29-ാം തീയതി വിജയകരമായിട്ട് വിക്ഷേപിച്ചു. അതിനകത്ത് NVS-01 എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റാണ്. ആ സാറ്റലൈറ്റിനെ വളരെ കൃത്യമായിട്ട് തന്നെ ഓർബിറ്റ് വിട്ടു. അത് നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് പിന്നെ കിഴക്കേക്കോട്ടെ പോകണമെങ്കിൽ അറിയാൻ പറ്റാത്ത ആളാണ് നമ്മൾ കിഴക്കേക്കോട്ട മാപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ വരും. എങ്ങനെയാണ്? ഇതിനകത്തൊരു GPS റിസീവർ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം അതിൻ്റെ ഉസ്താദുകളാണ്. അപ്പോൾ ഇത് ഉടനെ GPS സാറ്റലൈറ്റിലേക്കാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ആരുടെയാണ് ഈ GPS സാറ്റലൈറ്റ്സ്? അമേരിക്കയുടെ GPS സാറ്റലൈറ്റ്സ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള സാറ്റലൈറ്റ്സ് വെച്ചിട്ട് നമുക്കൊരു നാവിഗേഷൻ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അതിനാണ് നമ്മുടെ നാവിഗേഷൻ സാറ്റലൈറ്റ്സ് പറയും. അതും നമ്മൾ ഏതാണ്ട് ഒരു 7-8 എണ്ണം ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി. അപ്പോൾ റീസെൻ്റ്ലി ഒരെണ്ണം പോയിട്ടുണ്ട്, NVS-01 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ്. അപ്പോൾ ഈ നമ്മുടെ നാവിക് എന്ന് പറയും, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ? കാരണം ഇത് ഗ്ലോബലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് തൽക്കാലം നമ്മുടെ ഇന്ത്യയുടെ ഏതാണ്ട് ഒരു 1500 കിലോമീറ്റർ ബൗണ്ടറി, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും 1500 കിലോമീറ്റർ ബൗണ്ടറിയിൽ മാത്രമേ ഈ സാറ്റലൈറ്റ്സിൻ്റെ ഉപയോഗമുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഈ പറഞ്ഞ നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇത് നോട്ട് ഓൺലി ഇൻ ഇന്ത്യൻ ലാൻഡ്, ഈവൻ ഇൻ ഇന്ത്യൻ പെനിൻസുലാർ, ദാറ്റ് കടലിൽ പോകുന്നവർക്കും എസ്പെഷ്യലി ദ ഫിഷർമാൻ ആൻഡ് അതർ പീപ്പിൾ ഓൾസോ ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ഉണ്ട്, വെതർ ഫോർകാസ്റ്റിംഗ്, ഇങ്ങനെ പറയുന്ന പല പല സാറ്റലൈറ്റ്സ് ആണ് നമ്മൾ ഈ ലൈനിൽ കാണുന്നത്.
ഇത് കൂടാതാണ് നമ്മൾ എവിടെയും പോയിട്ടുണ്ട്. എവിടെ നമ്മൾ മറ്റേ ഇൻ്റർപ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നുണ്ടല്ലേ, ചന്ദ്രയാൻ മിഷൻ, മംഗൾയാൻ മിഷൻ, ആദിത്യ മിഷൻ, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ചന്ദ്രയാൻ മിഷൻ 2008 വിട്ടതാണ്. 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 പോയതാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് PSLV C11 മിഷൻ ചന്ദ്രയാൻ പേടത്തിനെ നേരെ ചന്ദ്രൻ്റെ ഓർബിറ്റിൽ പോയി 100 കിലോമീറ്റർ അറൗണ്ട് ദ മൂൺ ഇറ്റ് ഹാസ് ഗോൺ. ആൻഡ് ഫൈനലി അതിനകത്തൊരു മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, MIP. ആ ഒരു ആശയവും ഡോക്ടർ അബ്ദുൽ കലാം സാർ അതിനകത്ത് അദ്ദേഹമാണ് അതിൻ്റെ ഒരു ആശയം പറഞ്ഞിരുന്നത്. അതായത് വി ഹാവ് ടു ലാൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. അപ്പോൾ മൂണിലേക്ക് ചുമ്മാ ചുറ്റിക്കറങ്ങിയിട്ട് കാര്യമില്ല, വി ഹാവ് ടു പുട്ട് അവർ ഓൺ ഓബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. അപ്പോൾ അത് ക്രാഷ് ലാൻഡിങ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഇപ്പം നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അന്ന് വി ഹാവ് മെയ്ഡ് വൺ ഓബ്ജക്റ്റ് കോൾഡ് MIP, മൂൺ ഇമ്പാക്ട് പ്രോബ്. 30 കിലോഗ്രാം അതിൻ്റെ മദർ ക്രാഫ്റ്റിൽ നിന്നും അടർന്നിട്ട് അത് നേരെ, അതായത് മദർ ക്രാഫ്റ്റ് മൂണിന് ചുറ്റും ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ സർക്കുലർ ഓർബിറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും ഈ MIP സെപ്പറേറ്റായി നേരെ ഈ മൂണിൻ്റെ സർഫസിലേക്ക് പോയി വീഴുകയും ചെയ്തു. നവംബർ 14, അതായത് 2008 നവംബർ 14 ചിൽഡ്രൻസ് ഡേ അന്ന് ആ ഒരു സംഭവം നടന്നു. അപ്പം ചന്ദ്രയാൻ 1 അന്ന് നടന്നതാണ്. ചന്ദ്രയാൻ 2 നമുക്കറിയാം 2019 ദ മിഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. അവിടെയും എല്ലാം ഓക്കെ ആയിരുന്നു. ഓൺലി തിങ് ദ ഫൈനൽ ലെഗ് ഓഫ് ലാൻഡിങ് സം ഇഷ്യൂ ഹാസ് ഹാപ്പൻ. ബട്ട് ചന്ദ്രയാൻ 3 ഇപ്പം നടക്കാൻ പോകുന്നുണ്ട്, അടുത്ത മാസം അതും വിക്ഷേപണം നടക്കും. അപ്പോൾ ചന്ദ്രയാനിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. മംഗൾയാൻ 2013 അതും PSLV C25 എന്ന് പറയുന്ന റോക്കറ്റ് മംഗൾയാൻ MOM മാർസ് ഓർബിറ്റർ മിഷൻ, അതായത് നവംബർ 5 2013 നവംബർ 5 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തു, നേരെ ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റിൽ പോയി. അവിടെ നിന്നും എവിടെ ട്രാവൽ ചെയ്യണം? ചൊവ്വയിലേക്ക് ട്രാവൽ ചെയ്യണം. ചൊവ്വയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടുന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 ലക്ഷം കിലോമീറ്റർ. പ്രകാശത്തിൻ്റെ വേഗം എത്രയാണ്? 3 lakh km/s. അപ്പോൾ ഈവൻ പ്രകാശത്തിന് പോലും 1 സെക്കൻഡിൽ കൂടുതൽ എടുക്കും അല്ലേ ചന്ദ്രനിലേക്ക് പോകാനായിട്ട്, തിരിച്ചു വരാൻ 2 സെക്കൻഡിൽ കൂടുതൽ വേണം. അങ്ങനെയുള്ള ചന്ദ്രൻ അടുത്തിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ചൊവ്വ, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് മോർ ദാൻ 20 crore kilometer അവേ, 20 കോടി കിലോമീറ്ററാണ്, 2,000 ലക്ഷം കിലോമീറ്റർ അവേ. 4 ലക്ഷം എവിടെ, 2,000 ലക്ഷം കിലോമീറ്റർ എവിടെ? അപ്പോൾ ഈവൻ ഫോർ എ ലൈറ്റ് റേ വിച്ച് ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3 lakh km/s, ദാറ്റ് ടേക്സ് സിംപ്ലി 12 minutes to reach from the surface of Earth to the surface of Mars. 12 മിനിറ്റ് എത്തും നമ്മളുടെ ഓരോ ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ ഈ സംസാരിക്കുന്നത്, വിച്ച് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, വിച്ച് ഈസ് ട്രാവലിംഗ് അറ്റ് എ speed of light, which is moving at a speed of light of about 3 lakh km/s, takes even 12 minutes to reach the surface of the moon and Mars. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ഹലോ എന്ന് നമ്മൾ പറയുമ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞാണ് അവിടെ ഹലോ എന്ന് കേൾക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് പറയുമ്പോൾ അനന്തര 12 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് അച്ഛൻ ഹലോ എന്ന് വിളിക്കുമ്പോൾ 24 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഹലോ തിരിച്ച് വരുള്ളൂ. അപ്പോൾ നമുക്ക് പ്രഭാതകർമ്മമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ആൻ ഹലോ ഫ്രം മാർസ്. ഇപ്പോൾ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ജസ്റ്റ് മൈൻഡ് യു, ദിസ് ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്റ്റൻസിലേക്കാണ് നമ്മൾ മംഗൾയാൻ എന്ന് പറയുന്ന ആ ഒരു പേടത്തിനെ നമ്മൾ അയച്ചു, വളരെ സക്സസ്ഫുൾ ആയിട്ട്. ഈവൻ ടുഡേ ദ മാർസ് ഓർബിറ്റർ ഈസ് മൂവിങ് അറൌണ്ട് ദ മാർസ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് പിക്കിംഗ് വെരി വൈറ്റൽ ഇൻഫർമേഷൻ അബൌട്ട് ദി സർഫസ് ടോപ്പോഗ്രാഫി ഓഫ് ദ മാർസ് ആൻഡ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു. നൗ ദർ ഈസ് ടൈം ഫോർ us ടു ഈവൻ ഡെമോൺസ്ട്രേറ്റ് our capability, our indigenous capability of taking humans from the earth to orbit and then bring back safely. Because humans, they are all live payload. അല്ലേ, നമ്മൾ ഇതുവരെ പറഞ്ഞതിലെല്ലാം പിന്നെ ലൈഫുള്ള പേലോഡ് അല്ല. But now the live payload we are going to carry, and it is our duty to bring them back safely back on earth. So, yes, ഈ ഓർബിറ്റ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോളാർ ഓർബിറ്റ് എന്താണ്, ഗോയിങ് അറൌണ്ട് ദ പോൾസ്. അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ഓർബിറ്റ് കണ്ടു, ഇൻക്ലൈൻഡ് ഓർബിറ്റ് കണ്ടു. ഇതൊന്നും നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. സോ ദോസ് ആർ ദ പോയിന്റ്സ്. യെസ്, സാറ്റലൈറ്റ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നു, ലൈക്ക് ഡാറ്റ മൈനിങ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, നാവിഗേഷൻ സാറ്റലൈറ്റ്സ്. എജുസാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് നമ്മൾ GSLV നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ പർപ്പസ്, ടെലി എഡ്യൂക്കേഷൻ. ഇപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഹാസ് ബിക്കം ക്വൈറ്റ് നോർമൽ നവഡേയ്സ് ടു ഹാവ് എ ടെലി എഡ്യൂക്കേഷൻ, telemedicine. These are all the various other applications. ചന്ദ്രയാനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൂണിലേക്ക് പോയ കാര്യം. അതുപോലെ തന്നെ മംഗൾയാൻ, ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഹ്യൂമൻ സ്പേസ്, നൗ വി ആർ കമ്മിങ് ടു ദ ഹ്യൂമൻ സ്പേസ്. വാട്ട് ഈസ് ഹ്യൂമൻ സ്പേസ്? സോ ബേസിക്കലി നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോൺ ലിവിങ് പേലോഡ് ക്യാരി ചെയ്യുന്നു. ഹ്യൂമൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈവ് പേലോഡ് ക്യാരി ചെയ്യുന്നു. ദാറ്റ് ഇസ് ഓൾ ദ ഡിഫറൻസ്. ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താണ്, റോക്കറ്റ് അതിൻ്റെ പേലോഡിനെ ക്യാരി ചെയ്യുന്നു, ഓർബിറ്റിലേക്ക് പോകുന്നു, ഇഞ്ചക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പേലോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന സാറ്റലൈറ്റ് ഇറ്റ് ഈസ് മൂവിങ് അറൌണ്ട് ദി ഓർബിറ്റ്. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ചില സമയങ്ങളിൽ മാത്രം യു ഹാവ് ടു സെൻഡ് കമാൻഡ് ഫ്രം എർത്ത് കോൾഡ് ടെലികമാൻഡിങ്.
എന്തെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സം പാക്കേജ് യു വാണ്ട് ടു പുട്ട് ഓഫ്, സം പാക്കേജ് യു വാണ്ട് ടു പുട്ട് ഓൺ. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ നിന്നും ഒരു കമാൻഡ് അയക്കാം, ടെലികമാൻഡിങ്, ദാറ്റ് ഓൾസോ യു ക്യാൻ ഡു. അതർവൈസ് സാറ്റലൈറ്റ് എല്ലാം ഓട്ടോണമസ് ആണ്, അത് അതിനറിയാം എന്താണ് സെൽഫായിട്ട് അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. റോക്കറ്റ് ഓൾസോ ഈസ് ഓട്ടോണമസ്. അല്ലാതെ റോക്കറ്റ് ഇവിടെ നിന്ന് ലിഫ്റ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ അത് ഓർബിറ്റിൽ എത്തുന്നവരെയും ഓരോ സമയത്ത് നമ്മൾ ഓരോന്ന് ഗ്രൗണ്ടിൽ ചെയ്യുന്നില്ല, എല്ലാവരും ഇങ്ങനെ നമ്മളോട് നോക്കിയിരിക്കുന്നതേ ഉള്ളൂ. കാരണം അതിനകത്ത് അതിൻ്റെ ഇൻബിൽറ്റ് എല്ലാ ഇൻ്റലിജൻസും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജും കത്തിക്കഴിയുമ്പോൾ ആ സ്റ്റേജ് സെപ്പറേറ്റ് ആണ്, അടുത്ത സ്റ്റേജ് ഇഗ്നൈറ്റ് ആണ്, അത് വീണ്ടും ക്യാരി ചെയ്യണം, എപ്പോൾ സെപ്പറേറ്റ് ആണെന്നുള്ളതെല്ലാം അതിനകത്ത് തന്നെ പിന്നെ നമ്മൾ അതിൽ തന്നെ എല്ലാം കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ വെലോസിറ്റി എത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആക്സിലേഷൻ കുറയുമ്പോൾ എപ്പോൾ ഇത് കട്ട് ഓഫ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോണമസ് സിസ്റ്റം. അതിന് സെൽഫായിട്ടെല്ലാം അറിയാം. പക്ഷേ ഹ്യൂമൻസ് വെൻ ദേ ആർ ഗോയിങ്, it can be autonomous, but at the same time, since humans are there in the flight, they can also control the vehicle. അപ്പോൾ ഹ്യൂമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വെഹിക്കിളിൻ്റെ നിയന്ത്രണം അവർക്കും ഏറ്റെടുക്കാൻ പറ്റും. പക്ഷേ നോട്ട് റോക്കറ്റ്. റോക്കറ്റ് എന്ന് പറയുന്നത് വളരെ എവറി സെക്കൻഡ്, എവറി മില്ലി സെക്കൻഡ് അതിൻ്റെ കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ റാപ്പിഡ്ലി ചേഞ്ചിങ് എൻവയോൺമെൻ്റ് ആണ് റോക്കറ്റ് എന്ന് പറയുന്നത്. നമുക്കല്ലാതെ ഓർബിറ്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ധാരാളം സമയമുണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റൊക്കെ ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് താഴോട്ടൊന്നും പോരില്ല, അതിന് കറക്റ്റായിട്ടൊരു വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കാലകാലം കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട് കറക്റ്റ് ചെയ്യാനൊക്കെ. പക്ഷേ ഒരു റോക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് കത്തിക്കഴിഞ്ഞാൽ സംഗതി എവറി സെക്കൻഡ് ഇറ്റ് ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് ആണ്. അതിനകത്ത് കമ്പസ്റ്റൻ നടക്കുന്നുണ്ട്, വളരെ ഹൈ എനർജി പ്രൊപ്പൽഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഹൈ ത്രസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഇതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓരോ സമയം എത്തുമ്പോഴത്തേക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനകത്ത് കമാൻഡ് കൊടുക്കാനും നിയന്ത്രിക്കാനൊക്കെ വല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ട് റോക്കറ്റിൻ്റെ ഫേസിൽ യു ഹാവ് ടു ബി ഓട്ടോണമസ്. അത് തന്നെത്താൻ ഇറ്റ് വിൽ ടേക്ക് യു ടു ദ ഓർബിറ്റ്. പക്ഷേ അതിനകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റോക്കറ്റിനൊരു മാൽ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് കാറിലൊക്കെ നമ്മൾ വണ്ടി പോയി കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ബ്രേക്ക് ചെയ്ത് വണ്ടി നമുക്ക് ചാടി ഇറങ്ങാം, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ ട്രെയിനാണെങ്കിൽ ചങ്ങല വലിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. പക്ഷേ ഒരു റോക്കറ്റ് പോയി കഴിഞ്ഞാലോ നമുക്ക് ചാടി ഇറങ്ങാൻ പറ്റുമോ? റോക്കറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചാടി ഇറങ്ങാൻ പറ്റത്തില്ല. അതിനൊരു എസ്കേപ്പ് സിസ്റ്റം വേണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് അബോർട്ട് ചെയ്യണം, അതായത് റോക്കറ്റിനെ അബോർട്ട് ചെയ്യണം. റോക്കറ്റിൽ നിന്നും ഈ പേടകം വേർതിരിഞ്ഞിട്ട് ഈ മനുഷ്യനെ വഹിക്കുന്ന പേടകം സെപ്പറേറ്റ് ആയിട്ട് വന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ വേണം. അതിനുള്ളൊരു പ്രൊവിഷനും വേണം. അപ്പോൾ റോക്കറ്റിന് എന്ത് സംഭവിക്കാം അല്ലേ? റോക്കറ്റ് ഈസ് ലൈക്ക് എ മോൺസ്റ്റർ. അതിനെ കത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക്. അതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു എസ്കേപ്പ് ഫ്രം ദ റോക്കറ്റ്. അപ്പോൾ അതിനൊരു എസ്കേപ്പ് സിസ്റ്റവും വേണം. സോ ഇതിനൊക്കെ നമുക്ക് മനുഷ്യനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കമാൻഡിലൊക്കെ ഇപ്പോൾ അബോർട്ട് ചെയ്യണം, ഒരു മിഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ യു ആർ എ പാസഞ്ചർ, യു ആർ നോട്ട് ഫീലിംഗ് വെൽ, യു വാണ്ട് ടു കം ബാക്ക്, യെസ് യു ക്യാൻ പ്രസ് എ ബട്ടൺ, യു ക്യാൻ അബോർട്ട് ഇറ്റ് സോ ദാറ്റ് യു ക്യാൻ സെപ്പറേറ്റ് ഫ്രം ദ വെഹിക്കിൾ ആൻഡ് യു ക്യാൻ കം ബാക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് കൂടെ ഹ്യൂമൻസിന് നമുക്ക് കമാൻഡ് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇറ്റ് ഈസ് നോട്ട് എ ഫുള്ളി ഓട്ടോണമസ്, ഇറ്റ് ഈസ് ഓൾസോ ക്രൂ ഇൻ്റർവെൻഷൻ എന്ന് പറയും. നമുക്ക് തന്നെ ക്രൂവിനും ഇൻ്റർവീൻ ചെയ്തിട്ട് നമുക്ക് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെട്ട് വരികയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ ഈസ് ഓൾസോ ദർ. ഓക്കെ, നമുക്കറിയാം 1957 ആദ്യത്തെ സാറ്റലൈറ്റ് പോയി അല്ലേ, സ്പുട്നിക് എന്ന് പറയുന്ന 1957 ഒക്ടോബർ 4 ലോഞ്ച് ഓഫ് സ്പുട്നിക് നടന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. അവരുടെ സോയൂസ് റോക്കറ്റിനകത്ത് വോസ്റ്റോക്ക് എന്ന് പറയുന്ന റോക്കറ്റിൽ ആരും അറിയുന്നതിന് മുമ്പ് തന്നെ റഷ്യൻസ് ചെയ്തു. റഷ്യയും അമേരിക്കയും തമ്മിൽ, റഷ്യയല്ല യു എസ് എസ് ആർ അമേരിക്കയും തമ്മിൽ ഭയങ്കരമായിട്ട് കോൾഡ് വാർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ആര് നമ്പർ 1 വേൾഡ് വാർ കഴിഞ്ഞിട്ട് സ്പേസിലാണ് അവരുടെ യുദ്ധം നടക്കുന്നത്, ആരാണ് നമ്പർ 1 എന്നറിയുന്നത്. അപ്പോൾ അങ്ങനെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കൽ ഒരു സുപ്രഭാതത്ത് ഒക്ടോബർ 4 1957 ഈ പറയുന്ന സ്പുട്നിക് എന്ന് പറയുന്നത് റഷ്യ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതേ വർഷം തന്നെ അമേരിക്കയിൽ ലോഞ്ച് ചെയ്തു. പക്ഷേ നമ്പർ 1 അടിച്ചെടുത്തു, USSR അടിച്ചെടുത്തു. അതുപോലെ തന്നെ അതേ വർഷം തന്നെ നവംബർ 3 റഷ്യൻസ് ഒരു നായിനെ കൊണ്ടുപോയി, ലൈക്ക എന്ന് പറയുന്ന ജീവനുള്ള നായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നായ അവിടെ ഓർബിറ്റിൽ പോയിട്ട്, ലൈക്ക എന്ന് പറയുന്ന ഡോഗ് റഷ്യൻ സ്ട്രീറ്റ് ഡോഗാണ്, അതിനെ ട്രെയിൻ ചെയ്ത് ഓർബിറ്റിൽ പോയി കുറേ ഓർബിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പറയുന്ന ക്യാപ്സ്യൂളിനകത്ത് ഈ നായ ഇരിക്കുകയാണ്, ഒരു സീറ്റിൽ ബെൽറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അവരതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയോ ആ ക്യാപ്സ്യൂളിനകത്ത് ടെമ്പറേച്ചർ അനിയന്ത്രിതമായിട്ട് കൂടി അത് ചത്തുപോവുകയും ചെയ്തു. പക്ഷേ അത് സംഭവിച്ചു. ബട്ട് ലൈഫ് എന്നാലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇനീഷ്യൽ ഓർബിറ്റ്സിൽ തന്നെ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ജീവനുള്ള ഒരു നായ്ക്കുട്ടിയെയും ക്യാരി ചെയ്തിട്ടുണ്ട് റഷ്യൻസ്. ആദ്യമായിട്ട് ഓർബിറ്റിൽ പോകുന്നത് യൂറി ഗഗാരിൻ 1961 ഏപ്രിൽ 12 യൂറി ഗഗാരിനും ഈ പറയുന്ന ഒരു USSR ഒരു പിന്നെ പൈലറ്റാണ്, ടെസ്റ്റ് പൈലറ്റാണ്. സോ ഹി ഓൾസോ ഹാസ് മേഡ് എ ട്രിപ്പ് ടു ഓർബിറ്റ് ആൻഡ് ദെൻ കെയിം ബാക്ക് സക്സസ്ഫുള്ളി. അപ്പോൾ ഇതെല്ലാം റഷ്യൻസ് ആണ്. ദേ ആർ ഓൾ ബിക്കമിങ് നമ്പർ 1. USSR അമേരിക്കയായിട്ട് മത്സരമാണ്. അമേരിക്ക ഓൾസോ ഹാസ് ഗോൺ ഇൻ ദ സെയിം ഇയർ. ഇപ്പോൾ ഇദ്ദേഹം ഏപ്രിലാണ് പോയത്. ഇൻ ദ മന്ത് ഓഫ് May അലൻ ഷെപ്പാർഡ്, അമേരിക്കൻ ആളാണ്, ആദ്യമായിട്ട് മെർക്കുറി എന്ന് പറയുന്ന ക്യാപ്സ്യൂളിനകത്ത് പുള്ളിയും കയറിപ്പോയി.
അപ്പോൾ പക്ഷേ നമ്പർ 1 അടിച്ചത് USSR ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ വനിത വാലന്റീന തെരസ്കോവ 1963 ഷീ ഓൾസോ ട്രാവൽഡ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നമ്പർ 1 USSR അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് അന്നത്തെ പിന്നെ പ്രസിഡന്റ്, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജോൺ എഫ് കെന്നഡി 1960s അദ്ദേഹം ഒരു വലിയൊരു പ്രസംഗം നടത്തി. അമേരിക്കൻ ജനതയോട് പറഞ്ഞു, അടുത്ത 10 വർഷത്തിനകം ഒരു അമേരിക്കൻ സിറ്റിസൺ ഹാസ് ടു പുട്ട് ഹിസ് ഫുട്ട് ഓൺ ദ മൂൺ, ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. വേറെ എങ്ങുമല്ല, ഇവരൊക്കെ പോയിരിക്കുന്നത് നിയർ ബൈ ഓർബിറ്റാണ്, 100 കിലോമീറ്റർ 200 കിലോമീറ്റർ. നമ്മുടെയും ഈ നിയർ ബൈ ഓർബിറ്റ് അല്ല, വി ഹാവ് ടു ഗോ ടു മൂൺ. സോ അതിനുള്ളൊരു ദൃഢപ്രതിജ്ഞ അവരെടുത്തു. 10 കൊല്ലത്തിനകം ബിഫോർ ദി എൻഡ് ഓഫ് 1970 നമ്മളുടെ സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം വെഹിക്കിളിൽ സ്വന്തം ക്യാപ്സ്യൂളിനകത്ത് നമ്മളുടെ അമേരിക്കൻ ജനത, ഐ മീൻ സം സിറ്റിസൻസ്, വി ഹാവ് ടു ക്യാരി ദം ടു ദ സർഫസ് ഓഫ് ദ മൂൺ. ഹി മേഡ് എ ബിഗ് ക്ലെയിം. അന്നത്തെ കാലത്താണ് ആൻഡ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. വി നോ 1969 ജൂണിൽ സംഭവിച്ചു. സാറ്റേൺ എന്ന് പറയുന്ന വെഹിക്കിളിൽ അപ്പോളോയിൽ ദീസ് 3 people have gone. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ ആൻഡ് കോളിൻസ്. ഇവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവിടെ പോയി മൂണിൽ കറങ്ങി തിരിച്ചെത്തുകയും ചെയ്തു. പക്ഷെ അന്നും ഈ മൂണിൽ പോയാൽ തിരിച്ച് വരുമെന്നൊന്നും ആർക്കും ഒരു പിടിയൊന്നുമില്ല. അപ്പോൾ അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഥവാ ഈ പറയുന്ന അപ്പോളോ ക്യാപ്സ്യൂൾ അവിടുന്ന് സ്റ്റാർട്ട് ആയില്ലെന്ന് വെച്ചോളൂ. നമ്മൾ ചിലപ്പം കാർ രാവിലെ സ്റ്റാർട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ തള്ളി സ്റ്റാർട്ടാകും. പക്ഷേ അതുമാതിരി അവിടെ നടക്കുമോ? അപ്പോളോ തള്ളി സ്റ്റാർട്ടാകുമെന്നും പറ്റില്ല. അപ്പോൾ അഥവാ അവിടെ സ്റ്റാർട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ ദേ കനോട്ട് കം ബാക്ക്. അങ്ങനെയാണെങ്കിൽ ദേ ആർ ഗോയിങ് ടു ബി പെർമനൻ്റ്ലി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ എന്ന് പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു പെരിഷ് ദർ. അങ്ങനെ വരികയാണെങ്കിൽ അവരെന്താണ് വാചകം പറയേണ്ടതെന്ന് എന്ന് വരെ എഴുതിക്കൊണ്ടാണ് പോയത്. അതാണ് അന്ന് നീൽ ആംസ്ട്രോങ് ജസ്റ്റ് ഈ പറയുന്ന ക്യാപ്സ്യൂളിനകത്ത് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മൂണിൻ്റെ സർഫസിൽ വെച്ചപ്പോൾ ഹി ജസ്റ്റ് മേഡ് എ ബിഗ് അനൗൺസ്മെൻറ്റ് ദർ. ഇറ്റ് ഈസ് ഓൺലി എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ ഹ്യൂമൻ കൈൻഡ്, but then it is going to be a giant leap as far as the human kind is concerned. As far as a man is concerned, it is only a small step, stepping out from the capsule of Apollo onto the surface of the moon. But for the whole humankind, it is going to be a giant leap forward. കറക്റ്റ് അല്ലേ? ശാസ്ത്രം അതിൻ്റെ അത്യുന്നതിയിലെത്തി. ഒരാൾ ഇവിടെ നിന്നും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പോയി അവിടെ വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് ലേറ്റർ അപ്പോളോ സ്റ്റാർട്ട് ചെയ്തു. ദേ ഹാവ് കം ബാക്ക് ഓൾസോ സേഫ്ലി ഇൻ ദ പസഫിക് ഓഷൻ. വളരെ സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്തു. ഇൻഫാക്ട് റഷ്യൻസ് ഓൾസോ ദേ ട്രൈ ടു ഡു ദാറ്റ്. അവരും ഈ സാറ്റേൺ എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ മാതിരി വളരെ ശക്തമായിട്ടൊരു വെഹിക്കിൾ ഉണ്ടാക്കി. N1 എന്ന് പറയുന്ന 3 റോക്കറ്റ് അവരുണ്ടാക്കി. 4 റോക്കറ്റ് വിട്ടു, 4 ഫെയിലായി. അതോടുകൂടി അവരുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു ചാമില്ല, ഓൾറെഡി അമേരിക്കൻസ് പോയി കഴിഞ്ഞു. പിന്നെ ഇനി നമ്പർ 1 അടിക്കാനായിട്ടൊന്നുമില്ല. സോ നമ്പർ 1 ഓൾറെഡി USSR ചെയ്തു കഴിഞ്ഞു. പക്ഷേ ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് പോയത് അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ മത്സരമൊക്കെ കോൾഡ് വാർ എന്ന് പറയുന്ന ആ സ്പേസ് റേസ് ബിറ്റ്വീൻ USSR ആൻഡ് USA ആ 1975 ആ പീരീഡോടുകൂടി ഇല്ലാതായി. പിന്നെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സ്പേസ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്, ആ ടെക്നോളജി. അപ്പോഴാണ് നമ്മുടെ എങ്ങനെയാണ് ഈ സ്പേസ് വളരെ പീസ്ഫുൾ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുന്ന ഒരു ട്രീറ്റി, നമ്മളെല്ലാത്തിനും ഒരു ട്രീറ്റി എന്നല്ലേ പറയുക, അങ്ങനത്തെ ഒരു ട്രീറ്റി. അതാണ് നമ്മൾ ഈ ഒക്ടോബർ 4 തൊട്ട് ഒക്ടോബർ 10 വരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും സ്പേസ് വീക്കായിട്ട്. അങ്ങനെ ഒരു വർഷമാണ് ഒക്ടോബർ 10 ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് അങ്ങനെ ഒരു ട്രീറ്റി ഉണ്ടാക്കി. ദ സ്പേസ് ഹാസ് ടു ബി യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ നേഷൻസ്. ഇറ്റ് ഷാൽ നോട്ട് ബി യൂസ്ഡ് ഫോർ എനി ഫൈറ്റിംഗ് പർപ്പസ്. അവിടെ സ്പേസിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് അല്ലെങ്കിൽ അവിടെ നമ്മളുടെ പവർ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇറ്റ് ഷാൽ ബി ആപ്ലിക്കബിൾ, ഇറ്റ് ഷാൽ ബി യൂസ്ഫുൾ ഫോർ ഓൾ അവർ കോമൺ മാൻ ഓൺ ദ എർത്ത്. അതിനുവേണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു ട്രീറ്റി ഉണ്ടാക്കി. സോ ദാറ്റ് വാസ് ഓൺ ഒക്ടോബർ 10. ഒക്ടോബർ 4 57 സ്പുട്നിക് പോയി ആ ഒരു ദിവസം. അതുപോലെ തന്നെ 1967 ഈ പറയുന്ന ഒക്ടോബർ 10 ഈ ട്രീറ്റി വന്നു. സോ ഒക്ടോബർ 4 തൊട്ട് 10 വരെ സ്പേസ് വീക്കായിട്ട് എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കഴിഞ്ഞ വർഷവും ഒക്ടോബർ 22 ഓൾസോ വി സെലിബ്രേറ്റഡ് ദാറ്റ്. ഐ മീൻ ഇൻ ദ ലാസ്റ്റ് ഇയർ ഓൾസോ എവറി ഇയർ ഇറ്റ് ഈസ് ദയർ ഫോർ എ പീരിയഡ് ഓഫ് 1 week ഇറ്റ് ഈസ് ഹാപ്പനിങ്. സോ വൈ മാൻ ടു സ്പേസ് പ്രോഗ്രാം? ഓഫ് കോഴ്സ് എന്തിനാണ് മനുഷ്യൻ പോകുന്നത്? ഇവിടെ കാണാൻ അടങ്ങിയിരുന്നു കൂടെ? ഈ പറയുന്ന ഇത്രയും റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യേണ്ടതുണ്ടോ? ഇത് മനുഷ്യൻ്റെ ബ്ലഡിലുള്ളതാണ് അല്ലേ, ആണായാലും പെണ്ണായാലും. എക്സ്പ്ലോറേഷൻ ഇറ്റ് ഈസ് ദയർ ഇൻ ദ ബ്ലഡ്. നമ്മൾ ലീവ് ട്രാവൽ കൺസെഷൻ എടുക്കാറുണ്ട്, LTC, പല സ്ഥലങ്ങൾ പോയി കാണാൻ വേണ്ടിയിട്ട് അല്ലേ, കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പം കാശ്മീരിലേക്ക് പോകും അവിടെ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് പോകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ഇന്ത്യൻ അകത്ത് wherever is permitted we are going to explore our India to know the various different diverse culture. എങ്ങനെയാണ് ആൾക്കാരൊക്കെ ജീവിക്കുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് എക്സ്പ്ലോറേഷൻ വി ആർ ഡൂയിങ്. പറ്റുവാണെങ്കിൽ ഫോറിൻ കൺട്രീസിലും പോകാറുണ്ട് പൈസ ഉള്ളവർ. അപ്പോൾ ഇതെല്ലാം ടു ഡു ദി എക്സ്പ്ലോറേഷൻ ദാറ്റ് ഇസ് ദർ ഇൻ ദ ബ്ലഡ് ഓഫ് ദ ഹ്യൂമൻസ്. അപ്പോൾ തിങ്ക് അബൌട്ട് സ്പേസ് എക്സ്പ്ലോറേഷൻ. നമ്മൾ പറയും സ്പേസ് ഈസ് ദ ഫൈനൽ ഫ്രോണ്ടിയർ ഫോർ എനി എക്സ്പ്ലോറേഷൻ. കാരണം ഈ എർത്തിലേക്കൊക്കെ കുറേയൊക്കെ നമുക്ക് പറയാം ഓക്കെ ഞങ്ങളൊക്കെ പോയി കണ്ടതാണെന്ന്. സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയാണ്, നിങ്ങൾക്ക് ഒരു കണ്ടു തീരാനായിട്ടൊന്നും പറ്റത്തില്ല, അത്രയ്ക്കും ഉണ്ട്. അതാണ് സ്പേസ് ഈസ് എ ഫൈനൽ ഫ്രോണ്ടിയർ ഓഫ് എക്സ്പ്ലോറേഷൻ.
നമ്മൾ പോകുന്തോറും പല പല പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണും. സോ ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലോറേഷൻ വിച്ച് ഈസ് ചലഞ്ചിങ്, വിച്ച് ഈസ് ലൈഫ് ത്രെട്ടണിങ്. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യുമ്പോഴേ ഉള്ളൂ ശരിക്കും ഈ പറയുന്ന വെല്ലുവിളി, അല്ലേ? അല്ലാതെ എല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്യുന്നതിനകത്ത് ഒരു വെല്ലുവിളിയില്ല. സോ സംതിങ് വിച്ച് യു ഹാവ് ടു ഡു ഓൺ യുവർ ഓൺ തിങ്, യുണീക്ക് സംതിങ് യു നീഡ് ടു ഡു. അപ്പോൾ അങ്ങനെയുള്ളൊരു വെല്ലുവിളി, ചലഞ്ച് ഇസ് ദർ. സോ ദാറ്റ് ഈസ് വാട്ട് ദ സ്പേസ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേസിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൻ്റെ കൂട്ടാണ് വൈ മാൻ സ്പേസ് പ്രോഗ്രാം. ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സ്പേസ് കോളനൈസേഷൻ ചെയ്യാം. പണ്ട് ഇവിടെ നമുക്കറിയാം ഡൈനോസർ, 19,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഡൈനോസർ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഡൈനോസർ എക്സ്റ്റിൻറ്റ് ആയത്? ഇപ്പോൾ ഡൈനോസറിനെ കാണാനില്ല, ചിത്രങ്ങളിലേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഡൈനോസർ എങ്ങനെയാണ് എക്സ്റ്റിൻറ്റ് ആയത്? ഒരു തിയറി പറയുന്നത് ഏതോ ഒരു വലിയൊരു പാറ, ഒരു ഉൽക്ക വന്നു ഭൂമിയിലിടിച്ചു, ഇവിടെ ഭയങ്കരമായിട്ട് പൊടിപടലം ഉണ്ടായി, ഈ പൊടിപടലം ഈ അന്തരീക്ഷത്തിൽ കലർന്നു, അപ്പോൾ അതിനെ ശ്വാസം മുട്ടി എല്ലാം കൂടെ എക്സ്റ്റിൻറ്റ് ആയി. നാളെ ഇത് സംഭവിക്കാതിരിക്കുന്നതിനുള്ള റീസൺ വല്ലതും ഉണ്ടോ? നാളെ ഇതേമാതിരി ഒരു വലിയൊരു പാറ അല്ലെങ്കിൽ വലിയൊരു ഔട്ടർ സ്കൈന്ന് ഇതേമാതിരി വലിയൊരു സാധനം വന്ന് ഭൂമിയിൽ ഇടിച്ച് ഈ ഭൂമി ഈ പറയുന്ന പൊടിപടലം ഉണ്ടാക്കി, ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിനകത്ത് പൊല്യൂഷൻ ഉണ്ടാക്കി, നമുക്ക് ഓക്സിജൻ കിട്ടാതെ വന്ന് പിടഞ്ഞു മരിക്കും, അല്ലേ? അങ്ങനെ സംഭവിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ സേഫാന്ന് നമ്മൾ വിചാരിക്കും, വീട്ടിനകത്ത് വളരെ സേഫാണ്. പക്ഷേ ഈ സാധനം വരുന്നത് എത്ര ഹൈ വെലോസിറ്റിയിലാണ്, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ട്രില്യൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന TNT-യിലാണ് അതിൻ്റെ എനർജിയൊക്കെ പറയുന്നത്. അത്രയ്ക്ക് ഹ്യൂജ് ആയിട്ടുള്ള സാധനം വന്ന് ഈവൻ ഭൂമിയുടെ പാതയെ തന്നെ മാറ്റിക്കളയാം, അല്ലേ? അപ്പോൾ അതിനെ ഇപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം വന്നാൽ നമുക്ക് ഇവിടുന്ന് വല്ലതും തിരിച്ചു വിട്ടിട്ട് അതിനെ ഛിന്ന ഭിന്നമാക്കി അതിനെ വേറെ ഡയറക്ഷനിലേക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതും ദാറ്റ് ഈസ് ഓൾസോ സം റിസർച്ച് വർക്ക് ഈസ് ഗോയിങ് ഓൺ. കാരണം ടെക്നോളജി കൂടുന്നുണ്ടല്ലോ, അപ്പോൾ അത് ചിന്തിക്കാതിരിക്കുന്നില്ല, അതും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ മനുഷ്യ ജീവിതം വേറെ എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? വേണോ? നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ അടുത്തൊരു 50 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 100 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന എത്ര പേരോട് ഉണ്ടാകും നമുക്കറിയില്ല. എത്രയോ ജനറേഷൻസ് ഇവിടെ വന്നു പോയിട്ടുണ്ടല്ലേ, കാലാകാലങ്ങളായിട്ട് 10, 10,000, 20,000, 30,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യജീവൻ ഉണ്ടായതാണ്. അപ്പം നമുക്കറിയാം എത്ര തലമുറകൾ ഇത് കടന്നു പോയിട്ടുണ്ട്. ഇനിയൊരു 10,000 വർഷം കഴിയുമ്പോൾ എത്ര തലമുറകൾ കടന്നു പോകും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി എക്സ്റ്റിങ്ക്റ്റ് ആകാം ഒരു സമയത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഹ്യൂമാനിറ്റി, നമ്മുടെ ഹ്യൂമാനിറ്റി ഹാസ് ടു ബി റീപ്ലാൻഡ് ഇൻ സം അതർ പ്ലാനറ്റ്സ്. അതിന് ഏറ്റവും പറ്റിയത് മാഴ്സാണ്. മാഴ്സിലേക്ക് നമുക്ക് പോകാം. പക്ഷേ മാഴ്സിൽ ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ ഇല്ല. അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഇതിൻ്റെ 100-1 അംശമേ ഉള്ളൂ. ഇവിടെ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് ഇവിടെ നമ്മൾ പറയുന്നത് അവിടെ 10 millibar ഉള്ളൂ. 1000 millibar ആണ് ഇവിടെ, അവിടെ 10 millibar ഉള്ളൂ. അവിടെ ഓക്സിജൻ സുലഭമൊന്നുമല്ല, കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡാണ്, നൈട്രജനും ഉണ്ട്. സോ ഓക്സിജൻ ഉണ്ടാക്കണം. അപ്പോൾ അഥവാ നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ മാഴ്സിൽ പോയിട്ട് വി നീഡ് ടു ക്രിയേറ്റ് എ ഹാബിറ്റാറ്റ് ദാറ്റ്. We need to generate a system which will regenerate the oxygen so that for life we need water there for us to sustain, and then we need to cultivate so that your life can go on. അപ്പോൾ അങ്ങനെയുള്ള R&D is also going on. Even SpaceX, അവർ എലോൺ മസ്ക് എന്ന് പറയുന്ന വളരെ അമേരിക്കൻ ഒരു ഓൺട്രപ്രണർ ഉണ്ട്, അല്ലേ? എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു റോക്കറ്റ് ഇപ്പോൾ ഉണ്ടാക്കുക 100 പേരെ ഇവിടുന്ന് മാഴ്സിലേക്ക് ഒറ്റയടിക്ക് കയറ്റി അയക്കാനായിട്ട്. കയറ്റി അയക്കാൻ മാത്രമല്ല തിരിച്ച് കൊണ്ടുവരികയും വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയാണ്, പോയിട്ട് വരാനായിട്ട് എത്ര ടൈം എടുക്കും? 2 വർഷം, 20 മാസം വേണം. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാനക്കട്ടി വേണം, അല്ലേ? മാനക്കട്ടി ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഒരു സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ഒന്നും ട്രാവൽ ചെയ്യാൻ പറ്റിയതല്ല ഈ പറയുന്ന ബഹിരാകാശം എന്ന് പറയുന്നത്. കാരണം എന്തും സംഭവിക്കാം, നമ്മുടെ ജീവൻ തന്നെ പ്രശ്നമാകാം. പക്ഷേ അങ്ങനെ ഒരു മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളൊരു മിഷൻസ് ഒക്കെ, പക്ഷേ അതിന് നമുക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി കയറി നിങ്ങൾ ട്രാവൽ ചെയ്യും, അങ്ങനെയല്ല. അതിനൊക്കെ നമ്മൾ ക്രൂ ട്രെയിനിങ് എന്ന് പറയും. ഇങ്ങനെ ഈ പറയുന്ന എൻവയോൺമെൻറ്റ്, ഈ പറയുന്ന മൈക്രോ ഗ്രാവിറ്റി ഉണ്ടോ അവിടെ? ഗ്രാവിറ്റി ഉണ്ടോ? നമ്മൾ ഈ പറയുന്ന ശൂന്യാകാശത്ത് ഗ്രാവിറ്റി ഉണ്ടോ? എല്ലാവരും പറയും ഗ്രാവിറ്റി ഇല്ല. ഗ്രാവിറ്റി ഉണ്ട്. ഭൂമിയുടെ ഗ്രാവിറ്റി, ഭൂമിയുടെ ഗുരുത്വാകർഷണം, എവരിവെയർ ഇറ്റ് ഈസ് ആക്ടിങ്. ബട്ട് ഇതിൻ്റെ ശക്തി കുറഞ്ഞു വരും. ഇറ്റ് ഈസ് കോൾഡ് ദ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്. അപ്പോൾ ഏതാണ്ട് ഒരു 5 ലക്ഷം 6 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ ഈ ഭൂമിയുടെ ഇൻഫ്ലുവൻസ് ഓൾസോ വിൽ കം ഡൗൺ. ദ ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ്, എവറി പ്ലാനറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ദ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്. ഗ്രാവിറ്റി ഒരു സ്പിയർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണം വിൽ നോട്ട് ബി ആക്ടിങ്. എസ്കേപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും, അല്ലേ? സോ നാച്ചുറലി അപ്പോൾ ഈ പറയുന്ന ഗുരുത്വാകർഷണത്തായിരിക്കും നമ്മൾ വലം വയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം സ്പേസ്, നമ്മൾ മടങ്ങി വരാം നമ്മളുടെ ഈ വിഷയം. അതായത് ഈ സ്പേസിലേക്ക് പോകുന്ന ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. യു ക്യാൻ കോളനൈസ്, യു ക്യാൻ ഫൈൻഡ് ഔട്ട് വേരിയസ് റിസോഴ്സസ്. അവിടെ വല്ല ഫ്യൂൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. നമ്മുടെ ഇവിടെ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഡിപ്ലീറ്റ് ചെയ്യാണ്, അല്ലേ? സാധാരണഗതിയിൽ നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയും, പെട്രോൾ, ഡീസൽ, ക്രൂഡ്, ഇതെല്ലാം പറയുന്നുണ്ട്. അടുത്തൊരു 50 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം തീരുമെന്ന് പറയുന്നുണ്ട്. അപ്പം പുതിയ പിന്നെ ഫ്യൂൽസ് ഉണ്ടാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നൗ സോളാർ സെൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. കൺവെൻഷനലിൽ നിന്ന് നോൺ കൺവെൻഷണൽ ഇതിലേക്ക് നമ്മൾ മാറുന്നുണ്ട്, അല്ലേ? സൂര്യൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് പല ഇപ്പം നമ്മൾ എനിവേ ദിസ് ആർ ഓൾ ദെയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലേക്ക് എനർജി കൺസ്ട്രെയിൻസ് ആൻഡ് എനർജി ലിമിറ്റേഷൻസ് ഓൾസോ ഇസ് ഗോയിങ് ടു കം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെല്ലാം തരണം ചെയ്യാൻ പറ്റും? വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ നിന്ന് എനർജി കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എനിവേ, സോ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദ എക്സ്പ്ലോറേഷൻ ദാറ്റ് വി ആർ. അല്ലെങ്കിൽ ഇതിനെയൊക്കെ നമുക്കൊരു റോബോട്ടിനെ അയക്കാം.
റോബോട്ടിനെ അയച്ചാൽ റോബോട്ട് ഒരു യന്ത്രമാണ് അല്ലേ, അപ്പോൾ അത് പോയിട്ട് വരും, പക്ഷേ മനുഷ്യൻ്റെ ആ ഒരു ത്രില്ല് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ പല റീസൺസും ഉണ്ട് യു നീഡ് ടു ക്യാരി ഔട്ട് അതർ ദാൻ വാട്ട് എവർ ദ ആപ്ലിക്കേഷൻസ് വാട്ട് ഈസ് നൗ യു ആർ സീയിങ് ഇൻ ദിസ് പർട്ടിക്കുലർ തിങ്. സോ ഓൾറെഡി നമ്മൾ കണ്ടു റഷ്യൻസ് അവർ പോയിട്ടുണ്ട്, അമേരിക്കൻസ് പോയിട്ടുണ്ട്, ആൻഡ് ദെൻ ചൈനീസ്. ഈ 3 കൺട്രീസാണ് ആൾക്കാരെ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ത്യ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ 4ാമത്തെ കൺട്രി ആവും. ഓക്കെ, സോ അമേരിക്കൻസ് അവരുടെ ഇപ്പോഴത്തെ വണ്ടി എന്ന് പറയുന്നതാണ് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ റഷ്യൻസിൻ്റെ സോയൂസ് ഈവൻ നൗ ഇറ്റ് ഈസ് വർക്കിംഗ്. ആൻഡ് ഇന്ത്യ ഗഗൻയാൻ നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ ചൈനീസിൻ്റെ ഷെൻസു എന്ന് പറയും. അവരുടെ ക്യാപ്സ്യൂളിനെ അവർ ഇട്ടേക്കുന്ന പേരാണ് ഷെൻസു. അപ്പോൾ അവർക്കൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്, ലൈക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഷെൻസു എന്ന് പറയുന്ന അവർക്ക് ടിയാങ്കോങ് എന്ന് പറയുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ മൂവിങ് അറൗണ്ട് ആൻ ഓർബിറ്റ്. അപ്പോൾ അവർ പീരിയോഡിക്കലി ദേ ആർ ഗോയിങ് ഇൻ ദർ സ്പേസ് ഷിപ്പ് കോൾഡ് ഷെൻസു. അതിനകത്ത് പോയിട്ട് ദേ ആർ ഡോക്കിംഗ് ഓൺ ടു ദർ സ്പേസ് സ്റ്റേഷൻ കോൾഡ് ടിയാങ്കോങ് ആൻഡ് ദേ ആർ സ്റ്റേയിങ് ദർ ഫോർ മന്ത്സ് ടുഗദർ ആൻഡ് ദേ ആർ കമ്മിങ് ബാക്ക്. അതുപോലെ തന്നെ ഇന്ത്യയ്ക്കും വേണ്ടേ. അപ്പോൾ ഇന്ത്യ വി ആർ ഓൾസോ ആസ് എ ഹോൾ തിങ് നാഷണൽ പ്രോഗ്രാമാണ് നമ്മുടെ ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓൺലി ഇസ്രോസ് പ്രോഗ്രാം. അപ്പോൾ നമ്മളും ഈ പറയുന്ന സംരംഭം ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ടു ക്യാരി അവർ ഓൺ പീപ്പിൾ. ഫസ്റ്റ് യു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ഇൻ എ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം മേ ബി ഇൻ മാറ്റർ ഓഫ് ഫ്യൂ ഇയേഴ്സ് മേ ബി നമുക്കും ഒരു സ്റ്റേഷൻ ഉണ്ടാക്കണം, ഒരു ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വി ഹാവ് ടു ഗോ ഫോർവേഡ്. യെസ്, നമ്മൾ ഈ പറയുന്ന പിന്നെ ഈ ഹ്യൂമൻ സ്പേസ് മിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിന് ബേസിക് ടെക്നോളജി ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. യെസ്, 2007 ഒരു സ്പേസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളിവിടെ നോക്കുക, ഇടതുവശത്ത് കാണാം ഈ സ്പേസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഈ സ്പേസ് ക്യാപ്സ്യൂൾ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ SRE എന്ന് പറയുന്നത് 2007 PSLV ഓർബിറ്റിൽ കൊണ്ടുപോയി വിട്ടു. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന SREനെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. എന്നാണ് 2007 PSLVയിൽ. അതാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഒരു ഓർബിറ്റ് ഒരു ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് കാണാം. ആ ക്യാപ്സ്യൂൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ബേ ഓഫ് ബംഗാൾ ആ ഉൾക്കടലിൽ അത് വന്ന് പതിക്കുകയും അതിനെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു 2007. അതേപോലെ തന്നെ വലതുവശത്ത് കാണാം 2014 നമ്മുടെ GSLV Mark 3 അല്ലെ LVM-3 എന്ന് പറയുന്ന ഫാറ്റ് ബോയ് എന്ന് പറയുന്ന റോക്കറ്റ് എക്സ് മിഷൻ എന്ന് പറയും, എക്സ്പെരിമെൻ്റൽ മിഷൻ. അതിനകത്തൊരു ക്രൂ മോഡ്യൂൾ വിത്തൗട്ട് എ മാൻ ക്രൂ മോഡ്യൂൾ ഇതേ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന അതേപോലുള്ളൊരു ക്രൂ മോഡ്യൂൾ, അതാണ് നമ്മൾ ആ വെള്ളത്തിൽ കിടക്കുന്ന കാണാം. ആ ഒരു ക്രൂ മോഡ്യൂളിനെ ഏതാണ്ട് ഒരു 150-160 കിലോമീറ്റർ ഉയരത്തിൽ കൊണ്ടുപോയി ഇഞ്ചെക്ട് ചെയ്തു, സാറ്റലൈറ്റ് ലൈക്ക് എ സാറ്റലൈറ്റ്, എന്നിട്ട് ആ സാധനം തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്താണ് പഠിച്ചത്? എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോയി വിടുന്നതെന്നുള്ളതല്ല, കൊണ്ടുപോയി വിടുന്നത് നമ്മൾ വിടുന്നുണ്ട്, സാറ്റലൈറ്റ്സിനെ എല്ലാം പല പല ഓർബിറ്റ്സ് വിടുന്നുണ്ട്. പക്ഷേ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്താണ് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഇത്ര വലിയ വെല്ലുവിളി? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 7.4 km/s എന്ന് പറയുന്നത് 25,000 km/h ആണ്. നമ്മളൊരു ബസ്സിനകത്ത് പോകുമ്പോൾ 80, 100, 120 km/h ആണ്. ഒരു പ്ലെയിനകത്ത് സഞ്ചരിക്കുമ്പോൾ മാക്സിമം 1000 km/h ആണ്. കോൺകോർഡ് എന്ന് പറയുന്ന സൂപ്പർസോണിക് എയർക്രാഫ്റ്റിൽ പോകുകയാണെങ്കിൽ മാക് 2 പോകും. മാക് 2 എന്ന് പറയുമ്പോൾ ശബ്ദത്തിൻ്റെ 2 ഇരട്ടി വേഗത. അതിൽ പോകും എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 2500 km/h ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സഞ്ചരിക്കുന്ന സ്പീഡോ 28,000 km/h ആണ്. 7.4 km/s. നിങ്ങളതിനെ 3600 കൊണ്ട് ഗുണിക്കുമ്പോൾ അറിയാം 28,000 km/h. അത്രയും സ്പീഡിൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്ര വളരെ ഹൈ സ്പീഡിൽ വരുന്ന ഒരു സാധനം ഈ പറയുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 70 കിലോമീറ്റർ, 60 കിലോമീറ്റർ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൻ്റെ സാന്ദ്രത കൂടി വരികയാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെ പറയുന്ന ഡിഫറെൻറ്റ് ലേയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഡെൻസിറ്റി കീപ്സ് ഓൺ ഇൻക്രീസിങ് ആസ് യു സ്റ്റാർട്ട് കമ്മിങ് ഡൗൺ ഫ്രം 80, 60, 40, 50 കിലോമീറ്റർ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ സാന്ദ്രത കൂടിയ അറ്റ്മോസ്ഫിയറിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇത്ര ഹൈ സ്പീഡിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ കൈ വരയ്ക്കുന്ന മാതിരിയാണ് ഫ്രിക്ഷൻ. ഈ പറയുന്ന ചൂട്, ഈ ചൂടെന്ന് പറയുന്നത് അതാണ് ഈ ക്യാപ്സ്യൂളിൽ നിങ്ങൾ കാണുന്ന മഞ്ഞ, അതായത് അതിൻ്റെ ഫ്ലെയിമാണ്. സംഗതി കത്തിപ്പോവും. അപ്പോൾ ഈ പറയുന്ന ക്യാപ്സ്യൂൾ കത്തിപ്പോവുക എന്ന് പറയുന്നത് 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതലാണ് ടെമ്പറേച്ചർ. നമ്മൾ പറയുന്ന ഇരുമ്പെന്ന് പറയുന്ന സാധനം 1500 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മെൽറ്റാവും എന്ന് പറയുന്ന മാതിരി. ഇപ്പോൾ 2300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുമ്പം ഒന്നും കാണില്ല. പക്ഷേ അതിനകത്ത് മനുഷ്യൻ വളരെ സേഫായിട്ട് വരണം. മനുഷ്യൻ നമുക്കറിയാം 20 ഡിഗ്രി 30 ഡിഗ്രി കൂടിപ്പോയാൽ 40-45 ഡിഗ്രി, അതിനപ്പുറം ചൂട് കയറിയാൽ നമ്മളും തട്ടിപ്പോവും. അപ്പോൾ ഔട്ട്സൈഡ് 2000 കൂടുതലിരിക്കുമ്പോൾ അകത്ത് 20 ഡിഗ്രി, ആ കൈൻഡ് ഓഫ് എ ടെമ്പറേച്ചർ. തെർമൽ പ്രൊട്ടക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ടൈൽ ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് റിട്ടേൺ നാവിഗേഷൻ്റെ എക്സ്പെർട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ഹേമേന്ദ്രൻ സാർ. സോ എങ്ങനെ നമ്മൾ വളരെ പ്രിസൈസായിട്ട് നാവിഗേറ്റ് ചെയ്ത് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും.
സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന മിഷൻസിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മനുഷ്യൻ ഈ റോക്കറ്റിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടണം. ക്രൂ സേഫ്റ്റി, ബിക്കോസ് സാധാരണഗതിയിൽ സാറ്റലൈറ്റ് ലോഞ്ച് മിഷന് പറയുന്ന ഒരു ടേം നമ്മൾ ഹ്യൂമൻ സ്പേസ് മിഷനിൽ പറയുന്ന ഒരു ടേം സാറ്റലൈറ്റ് ലോഞ്ച് മിഷനകത്തില്ല. എന്താണത്? ക്രൂ സേഫ്റ്റി. ഈ ഒരു മിഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ക്രൂവിൻ്റെ സുരക്ഷിതത്വമാണ്, സഞ്ചരിക്കുന്ന ആളിൻ്റെ സുരക്ഷിതത്വമാണ്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. അപ്പോൾ ക്രൂ സേഫ്റ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ വൺസ് യു ആർ എൻ്ററിങ് ഇൻ ടു ദി ലോഞ്ച് വെഹിക്കിൾ ഓർ ഇൻ ടു ദ ക്രൂ ക്യാപ്സ്യൂൾ, നിങ്ങൾ ഓർബിറ്റിൽ വളരെ സേഫായിട്ട് പോയിട്ട് ഓർബിറ്റിൽ കറങ്ങി ഭൂമിക്ക് ചുറ്റും വലം വെച്ച് തിരിച്ച് വളരെ സേഫായിട്ട് റീ എൻറ്റർ ചെയ്ത് ലാൻഡ് ചെയ്ത്, നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളെവിടെ ലാൻഡിലല്ല ലാൻഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലാൻഡ് ചെയ്യുന്നത് വെള്ളത്തിലാണ്. ഭൂമിക്ക് ചുറ്റും നമുക്കറിയാം 70% കടലാണുള്ളത്. അപ്പോൾ കടൽ ലാൻഡ് ചെയ്യാനാണ് എളുപ്പം. കാര്യം ഇന്ത്യയിലെ ലാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഫ്ലാറ്റിൻ്റെ മണ്ടയ്ക്കായിരിക്കും വീഴുക അല്ലേ. അപ്പോൾ കടലിലാണ് എളുപ്പം. അതേസമയം റഷ്യക്കാരൊക്കെ ലാൻഡിലാണ് ലാൻഡ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം വിശാലമായ ഭൂമിയാണ് അവിടെ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ലാൻഡ് ചെയ്യാനേ പറ്റൂ, ലാൻഡിൽ. അപ്പോൾ നമുക്കാണെങ്കിൽ നമുക്ക് ചുറ്റും വെള്ളമുണ്ട്, അറബിക്കടലുണ്ട്, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലുണ്ട്, ഇന്ത്യൻ ഓഷനുണ്ട്. ഇതിനെവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ലാൻഡ് ചെയ്യാം. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് വി ക്യാൻ ലാൻഡ് ബാക്ക്. അപ്പോൾ ഈ ലാൻഡ് ചെയ്താൽ മതിയോ? എവിടെയെങ്കിലും ലാൻഡ് ചെയ്ത് വെള്ളത്തിൽ കിടന്നാൽ മതിയോ? ആരെങ്കിലും പോയി റിക്കവർ ചെയ്യണം. ഉടനെ അവിടെ ഹെലികോപ്റ്റർ പോകണം, അല്ലെങ്കിൽ ഒരു ഷിപ്പ് എത്തണം, കപ്പലെത്തി ആളിനെ ലൊക്കേറ്റ് ചെയ്ത് ഈ പറയുന്ന ക്യാപ്സ്യൂളിൻ്റെ കഥ തുറന്ന് ആളിനെ പുറത്തിറക്കി നേരെ ഇങ്ങനെ കരയിലേക്ക് കൊണ്ടുവരണം സേഫായിട്ട്. അതുവരെയും ക്രൂവിൻ്റെ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈവായിട്ട് വി നീഡ് ടു ഡു ദാറ്റ്. അപ്പോൾ ഈ പറയുന്ന ഈ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട് വല്ല വണ്ടി വേണ്ടേ? അതിനാണ് ഈ ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ റോക്കറ്റിനകത്ത് കയറിയിരുന്നു, അവിടെ ഏതാണ്ട് ഒരു റോക്കറ്റ് വിടുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പേ, നമുക്കറിയാം നിങ്ങൾക്കെല്ലാം പരിചിതമാണ് കൗണ്ട് ഡൗൺ എന്ന് പറയുന്നത്. -26 hours, 25 hours, അവസാനം -10 minutes, -10 seconds, കൗണ്ടിങ് ഡൗൺ. ആൾക്കാർ ചോദിക്കും എന്താ എണ്ണം പഠിക്കുകയാണെന്നുള്ളത്. സോ 10, 9, 8 അങ്ങനെ 0 വരുമ്പോൾ കത്തും, മേളോട്ട് പോകും, പിന്നെ കൗണ്ടപ്പായി. അപ്പം -2 hours ഇരിക്കുമ്പോൾ ആൾ ഇതിനകത്തേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് -50 minutes എത്തി കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ക്രൂ മോഡ്യൂളിൻ്റെ കവാടം അടച്ചു, ആൾ അതിനകത്ത് സേഫായിട്ട് ഇരിപ്പുണ്ട്, എല്ലാം ഓക്കെയാണ്. T0 എന്ന് പറയുന്ന ടൈം വരുമ്പോൾ ഈസ് ലിഫ്റ്റിംഗ് ഓഫ് ആൻഡ് ഗോയിങ്. അപ്പോൾ ഈ സമയത്ത് റോക്കറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു കം ഔട്ട്. ഉടനെ കഥ തുറന്ന് പുറത്തു വരാൻ പറ്റുമോ? പറ്റത്തില്ല. യു കനോട്ട് ഡു ദാറ്റ്. സോ എങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകാം? റോക്കറ്റിൻ്റെ മണ്ടയ്ക്ക് വേറെ സാധനമുണ്ട്. എന്താണ്? ക്രൂ എസ്കേപ്പ് സിസ്റ്റം. അപ്പോൾ ആ സാധനം പെട്ടെന്ന് ഈ പറയുന്ന റോക്കറ്റിൻ്റെ നിന്നും വേർതിരിഞ്ഞ് ഒരു അടർന്ന് മാറിയിട്ട് ഈ പറയുന്ന ക്രൂ മോഡ്യൂളിനെ പരുന്ത് എങ്ങനെ നമ്മളെ കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്നു അതുപോലെ ഈ പറയുന്ന ക്രൂ എസ്കേപ്പ് സിസ്റ്റം ക്രൂ മോഡ്യൂളിനെ എടുത്തുകൊണ്ട് റോക്കറ്റിൽ നിന്നും അകന്ന് പറന്ന് പോകണം. വളരെ സേഫായിട്ട് വളരെ സേഫ് ഡിസ്റ്റൻസിലേക്ക് പറന്നു പോകണം. അപ്പോൾ അതിനെയാണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് സെക്കൻഡുകൾക്കകം സംഭവിക്കണം. കാരണം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങൾ റോക്കറ്റിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞു, ലോഞ്ച് പാഡിലാണ്, റോക്കറ്റ് 40 മീറ്റർ പൊക്കമുള്ള സാധനമാണ്, അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പോയിരിക്കുന്നത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കാൻ പറ്റത്തില്ല. അഫ്കോഴ്സ് ഈ ക്രൂ മോഡ്യൂളിനകത്ത് ഇതുണ്ട്, വ്യൂ പോർട്ടുണ്ട്. വ്യൂ പോർട്ടിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ അന്ധകാരമാണ് നോക്കിക്കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ പുറത്ത് അഥവാ നോക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെയും ഒന്നും ചെയ്യാനില്ല. ഇത്രയും ഹൈറ്റിൽ നിന്നാണ് 40 മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 10 നില 12 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുന്ന മാതിരിയാണ്. അപ്പോൾ താഴെ എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞു. അവിടുന്ന് റെയിൻ സേഫ്റ്റി ഓഫീസർ പറയുകയാണ് ഒരു ഫയർ ഉണ്ടായി, അബോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റണം? വിതിൻ സെക്കൻഡ്സ് ഈ പറയുന്ന ക്രൂ എസ്കേപ്പ് സിസ്റ്റം, റോക്കറ്റിൻ്റെ മുകളിലുള്ള ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഈ പറയുന്ന ആ ഒരു കമാൻഡ് എടുത്തിട്ട് ഓൺബോർഡ് കമ്പ്യൂട്ടറിന് കമാൻഡ് കൊടുക്കണം, അബോട്ട് ഈ ഹാസ് ടു സെപ്പറേറ്റ്. കാരണം ഈ റോക്കറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന കുറേ സിസ്റ്റംസ് ഉണ്ട്, സെപ്പറേഷൻ സിസ്റ്റം. അതിനെ ഫയർ ചെയ്യുക, ആ സെപ്പറേഷൻ നമ്മുടെ ബെൽറ്റ് മാതിരി, ആ ബെൽറ്റിനെ വേർതിരിക്കുക, റോക്കറ്റ് ഫിസിക്കലി സെപ്പറേറ്റ് ആകും. ഉടനെ പവർഫുൾ സോളിഡ് മോട്ടോഴ്സ് ഉണ്ട്, കത്തുന്ന മോട്ടോഴ്സ്. ആ മോട്ടോർ ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ക്രൂ എസ്കേപ്പ് സിസ്റ്റം റോക്കറ്റിൽ നിന്ന് വേർതിരിഞ്ഞ് വളരെ വേഗത്തിൽ ഈ ക്രൂ മോഡ്യൂളിനെയും വഹിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അകലെ, നമ്മുടെ ലോഞ്ച് പാഡാണ്, ഓർത്തോളൂ, ശ്രീഹരിക്കോട്ട ലോഞ്ച് പാഡാണ് നിങ്ങൾ ഇരിക്കുന്നത്, റോക്കറ്റ് അവിടെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഇവിടെ തീ പിടിച്ചാലുള്ള കാര്യമാണ് പറയുന്നത്. പെട്ടെന്ന് ഇത് സെപ്പറേറ്റ് ആയി ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരെ ഇത് വിതിൻ സെക്കൻഡ്സ് പോയി അത് പതിക്കുകയും ചെയ്യും. അതിനെയാണ് ക്രൂ എസ്കേപ്പ്, അല്ലെങ്കിൽ ലോഞ്ച് പാഡിൽ നടക്കുന്ന അബോട്ട്, അല്ലെങ്കിൽ കോൾഡ് പാഡ് അബോട്ട്. ആ ഒരു പാഡ് അബോട്ട് ടെസ്റ്റാണ് നമ്മൾ 2018 വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. ഒരു പാഡ് അബോട്ട് ഒരു സിമുലേറ്റ് ചെയ്തു എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് ഓർബിറ്റിൽ കൊണ്ടുപോയി ഒരു സാധനത്തിനെ വിട്ട് തിരിച്ച് റിക്കവർ ചെയ്തു SRE. അതുപോലെ തന്നെ നമ്മൾ ക്രൂ എസ്കേപ്പ്, മറ്റേ കെയർ എന്ന് പറയുന്ന ഒരു മിഷൻ നമ്മൾ പ്രീവിയസ് ലൈനിനകത്ത് കണ്ടതാണ്. എക്സ് മിഷനിൽ ഒരു ക്രൂ മോഡ്യൂളിനെ 160 കിലോമീറ്റർ മേളിൽ പോയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത്
നമ്മൾ നേരത്തെ പറഞ്ഞു സഞ്ചരിക്കുന്ന വെലോസിറ്റി എത്രയാണ്? 7.4 km/s, 25,000 km/h. ഈ വേഗതയിലെ തിരിച്ചു വരുമ്പോൾ ഈ പറയുന്ന തെർമൽ പ്രൊട്ടക്ഷൻ ഓക്കെ, പക്ഷേ ആ ഒരു സ്പീഡിലാണോ വന്ന് വെള്ളത്തിൽ പതിക്കുന്നത്? എന്നാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല, ഇത്രയും വലിയ സ്പീഡിൽ വന്ന് പതിച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ സ്പീഡ് കുറയ്ക്കണം. അതിനെന്താ ചെയ്യുന്ന? പാരച്യൂട്ടുണ്ട്. അപ്പോൾ പാരച്യൂട്ട് പല പല പാരച്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ പാരച്യൂട്ട്സിനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരച്യൂട്ടിൻ്റെ ഡ്രാഗ്, എയറോഡൈനമിക് ഡ്രാഗ് എന്ന് പറയും, ഈ ഡ്രാഗ് കൊണ്ട് ഈ സ്പീഡ്, ഈ പിന്നെ ക്രൂ ക്യാപ്സ്യൂളിൻ്റെ സ്പീഡ് കുറച്ച് ഏതാണ്ട് ഒരു 8 m/s, സംതിങ് ലൈക്ക് 30 km/h. 25,000 km/h നിന്ന് 30 km/h സ്പീഡിലേക്ക് നമ്മൾ തിരിച്ച് കൊണ്ടുവന്നാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കെയർ മിഷനിൽ ചെയ്താൽ. പിന്നെ പാഡബോർഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. ഇതെല്ലാവർക്കും വളരെ പരിചിതമാണ്. ഏതാണ്ട് നമ്മൾ 2022 75ാമത്തെ വാർഷികം, നമ്മുടെ സ്വാതന്ത്ര്യ ലഭിച്ച 75ാം വാർഷികം നടക്കുമ്പോൾ ഈ മിഷൻ നടക്കണം എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് മിഷൻ ഗോട്ട് ഡിലേഡ് ഡ്യൂ ടു മെനി റീസൺസ്. കോവിഡ് ഈസ് വൺ ഓഫ് ദ റീസൺ, ബട്ട് മെനി അതർ റീസൺസ്, ഡിസൈൻ ഐറ്ററേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. നൗ വി ആർ ഓൺ ടു ഇറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 2 തൊട്ട് 3 ആൾക്കാരെ നമ്മളുടെ സ്വന്തം വെഹിക്കിളിനകത്ത് കയറ്റി 400 കിലോമീറ്റർ മുകളിൽ കൊണ്ടുപോയി ഓർബിറ്റിൽ കറങ്ങി തിരിച്ച് സേഫായിട്ട് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. തിരിച്ച് എവിടെയാണ് സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ലാൻഡ് ഇൻ വാട്ടർ. ആൻഡ് വാട്ട് ഈസ് ദ വെലോസിറ്റി? സംതിങ് ലൈക്ക് 8.5 m/s ഓർ സംതിങ് ലൈക്ക് 25 to 30 km/h. ഈ ഒരു വേഗതയിൽ തിരിച്ച് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 3 കാര്യങ്ങളാണ്. ഒന്ന്, സെൻറ്ററിൽ കാണുന്ന ലോഞ്ച് വെഹിക്കിൾ. ഈ ലോഞ്ച് വെഹിക്കിൾ നിങ്ങൾക്ക് പരിചയമുള്ള ലോഞ്ച് വെഹിക്കിളാണ്, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ക്രൂ എസ്കേപ്പ് സിസ്റ്റം, വലതുവശത്ത് കാണാം. അതാണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു ക്രൂ എസ്കേപ്പ് സിസ്റ്റമാണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ക്രൂ മോഡ്യൂൾ നിങ്ങൾക്ക് കാണാമല്ലോ, അതിനകത്ത് ക്രൂ മോഡ്യൂളിനെ വഹിച്ചുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഈ ഓർബിറ്റൽ മോഡ്യൂളാണ്. അപ്പോൾ ഈ ഓർബിറ്റൽ മോഡ്യൂൾ എന്ന് പറയുന്ന സാധനത്തിലാണ് ടോപ്പിൽ യു ക്യാൻ സി ക്രൂ മോഡ്യൂൾ എന്ന് പറയും. ഈ ആരോ മാർക്ക് അതിനകത്ത് വരുന്നില്ല. ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിൽ കാണുന്നതാണ് ക്രൂ മോഡ്യൂൾ, താഴെയുള്ളത് സർവീസ് മോഡ്യൂൾ എന്ന് പറയും. അപ്പോൾ ഈ ടോപ്പിലുള്ള ക്രൂ മോഡ്യൂളിലാണ് ഓക്കെ, ടോപ്പിലുള്ള ക്രൂ മോഡ്യൂളിലാണ് മനുഷ്യർ അതിനകത്ത് ഇരിക്കാൻ പോകുന്നത്, 2 തൊട്ട് 3 ആൾക്കാർ. അപ്പോൾ അതിൽ നമ്മൾ വി ആർ സീയിങ് സം വിൻഡോസ് അല്ലേ, നിങ്ങൾക്കൊരു വിൻഡോ കാണാമല്ലോ, സർക്കുലർ ആയിട്ടുള്ള 3 വിൻഡോസ് ഉണ്ട്. അതിനകത്തൊരു ഹാച്ച് ഉണ്ട്. ഹാച്ച് എന്ന് പറയുന്ന ഡോറാണ്. നമ്മളുടെ ടേമിനകത്ത് അതിനകത്ത് ക്രൂ ഹാച്ച് എന്ന് പറയുന്നത്, HATCH. അപ്പോൾ അതിനൊരു 2 ഹാച്ച് ഉണ്ട്, 2 കഥകൾ. ഇവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ കഥകളുണ്ട്. ഇവിടെ സൈഡിലൊരു കഥകൾ, ടോപ്പിലൊരു കഥകളുണ്ട്. കാരണം 2 ഹാച്ച് വേണം. ഏതെങ്കിലും ഒരു ഹാച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവർക്ക് പുറത്തിറങ്ങണ്ടേ. സോ ദർ ഹാസ് ടു ബി എ ഫോർവേഡ് ഹാച്ച്. അപ്പോൾ ടോപ്പിലൊരു ഹാച്ചും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ക്രൂ മോഡ്യൂൾ എന്ന് പറയുന്ന സാധനം. താഴെ സർവീസ് മോഡ്യൂൾ. വലതുവശത്ത് കാണുന്ന ക്രൂ എസ്കേപ്പ് സിസ്റ്റമാണ്. സോ ഇതാണ് ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത്, സ്ട്രക്ചർ. അപ്പോൾ ഈ പറയുന്ന ലോഞ്ച് വെഹിക്കിളിൽ 6, ഈ പറയുന്ന ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്നത് നമുക്കറിയാം 6 മിഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുള്ളതാണ് അല്ലേ. ഈ ലേറ്റസ്റ്റ് ആയിട്ട് OneWeb നമുക്ക് ഏറ്റവും താഴെ നോക്കുക, LVM-3 M3 മിഷൻ മാർച്ച് 26, 2023 വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുണ്ട്. അല്ലാതെ പിന്നെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ മിഷൻ 2014. സോ ദിസ് വെഹിക്കിൾ LVM-3 ഹാസ് ഓൾറെഡി പ്രൂവൻ ഇറ്റ്സ് capability of taking kind of a satellite, something like 4 ton to orbit, G2 and then come back. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു gigantic vehicle which has got 2 powerful solid motors, S200 എന്ന് പറയുന്ന 2 വശങ്ങളിലും കാണുന്ന സോളിഡ് മോട്ടോഴ്സ്, S200 200 ടൺസ് ഓഫ് സോളിഡ് പ്രൊപ്പലൻറ്റ്. അതുമാതിരി നടുക്ക് കാണുന്നത് L110, ഒരു ഗ്രേ കളറിൽ കാണുന്ന ആ ഒരു സാധനത്തിനെ ലിക്വിഡ് സ്റ്റേജ് എന്ന് പറയും. L110 110 ടൺ ലിക്വിഡ് ദ്രാവകം അതിനകത്തുണ്ട്. അത് പവർ ചെയ്യുന്നത് 2 വികാസ് എഞ്ചിനാണ്. അതിൻ്റെ ടോപ്പിൽ കറുത്ത സ്റ്റേജ്, കറുത്ത കോൺഫിഗറേഷനിൽ കാണുന്ന ക്രയോജനിക് സ്റ്റേജാണ്. അതിനകത്താണ് ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ അത് ക്യാരി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡിഫറെൻറ്റ് പ്രൊപ്പലൻസ്? ഓരോ ഇന്ധനത്തിനും അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്, കലോറിഫിക് വാല്യൂ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളുടെ ടേമിന് അതിന് പറയുന്ന സ്പെസിഫിക് ഇമ്പൾസ് ആണ്. 1 കിലോഗ്രാം കത്തിക്കുമ്പോൾ എന്തുമാത്രം എനർജി കിട്ടും, സംതിങ് ലൈക്ക് എ കലോറിഫിക് വാല്യൂ. അപ്പോൾ നമ്മളുടെ ടേമിൽ അത് സ്പെസിഫിക് ഇമ്പൾസ് പറയും. വളരെ ഹയസ്റ്റ് സ്പെസിഫിക് ഇമ്പൾസ് ഉള്ളത് ക്രയോജനിക് പ്രൊപ്പലൻ്റാണ്. ഏതാണ്ട് ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ 450 സെക്കൻഡാണ്. അത് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആ നമ്പർ ഓർത്താൽ 450 സെക്കൻഡ് ആണെങ്കിൽ എർത്ത് സ്റ്റോറബിൾ, നമ്മൾ ഈ പറയുന്ന താഴത്തെ ലിക്വിഡ് സ്റ്റേജ്, നടുക്കുള്ള ലിക്വിഡ് സ്റ്റേജിൻ്റെ ആ ഒരു ISP എന്ന് പറയുന്നത് 293 സെക്കൻഡാണ്. മറ്റേത് 450 സോളിഡ് ആണെങ്കിൽ ഏതാണ്ട് ഒരു 270 250. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിഫറെൻറ്റ് പിന്നെ പെർഫോമൻസ് റേറ്റിംഗ്സ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഓഫ് കോഴ്സ് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുള്ള ലോഞ്ച് വെഹിക്കിളാണ്. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. യു ക്യാൻ സി ലിഫ്റ്റ് ഓഫ് കഴിഞ്ഞ് ഇതിങ്ങനെ ഓരോ സമയത്തും സോളിഡ് മോട്ടർ കത്തി കഴിയുമ്പോഴത്തേക്ക് അത് സെപ്പറേറ്റ് ആകും. അത് കഴിഞ്ഞിട്ട് ലിക്വിഡ് സ്റ്റേജ് കത്തും, അത് സെപ്പറേറ്റ് ആവും.
അത് കഴിഞ്ഞ് ക്രയോജനിക് സ്റ്റേജ്, ആ കറുത്ത സ്റ്റേജ് ക്രയോജനിക് സ്റ്റേജാണ്. അപ്പോൾ അത് കത്തിക്കഴിഞ്ഞാൽ ദെൻ ഫൈനലി യു വിൽ ഗോ ടു ഓർബിറ്റ്. അപ്പോൾ ഓർബിറ്റിൽ 400 കിലോമീറ്റർ എത്തി കഴിയുമ്പോഴത്തേക്ക് വി വിൽ ബി ആക്ച്വലി നമ്മളുടെ ഈ പറയുന്ന ഓർബിറ്റൽ മോഡ്യൂളിനെ ഡയറക്റ്റ്ലി 400 കിലോമീറ്റർ സർക്കുലർ ഓർബിറ്റിലേക്കല്ല കൊണ്ടുപോകുന്നത്. ആദ്യം ഇതിനൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കൊണ്ടുപോകുന്നത്. ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു ഓർബിറ്റാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പോൾ റോക്കറ്റ് പോകുന്നത് 170 കിലോമീറ്റർ ഹൈറ്റിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഈ പറയുന്ന ഓർബിറ്റൽ മോഡ്യൂളിനെ ഇഞ്ചെക്ട് ചെയ്യും. പക്ഷേ ഇഞ്ചെക്ട് ചെയ്യുന്ന വെലോസിറ്റി ഈസ് വെരി ഹൈ, സംതിങ് ലൈക്ക് 7.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, ഈ പറയുന്ന 170 കിലോമീറ്ററിൽ നിന്ന് ഇത് ഓൾമോസ്റ്റ് ലൈക്ക് 400 കിലോമീറ്ററിലേക്ക് ഇങ്ങെത്തും. അതിനാണ് നമ്മൾ അപ്പോജി എന്ന് പറയും. പെരിജി, അപ്പോജി. പെരിജി എന്ന് പറയുന്നത് പോയിന്റ് നിയർ ടു ദ എർത്ത്, അപ്പോജി എന്ന് പറയുന്നത് പോയിന്റ് എവേ ഫ്രം ദ എർത്ത്. അപ്പോൾ പെരിജിയിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, ഏതാണ്ട് 170 കിലോമീറ്റർ, 170. സോ ആഫ്റ്റർ ദാറ്റ് യൂസിങ് ദി പ്രൊപ്പൽഷൻ സിസ്റ്റം ഓഫ് ദ ഓർബിറ്റൽ മൊഡ്യൂൾ ഇത് പിന്നെ സർക്കുലറൈസ് ചെയ്യും. അപ്പോൾ അതിവിടെ കാണിച്ചിട്ടില്ല, അത് മനസ്സിലാക്കുക. ഇനിഷ്യലി ഇറ്റ് വിൽ ഗോ ടു എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആൻഡ് ലേറ്റർ ദ ഓർബിറ്റ് വിൽ ബി സർക്കുലറൈസ് യൂസിങ് ദി പ്രൊപ്പൽഷൻ സിസ്റ്റം ഓഫ് ദി ഓർബിറ്റൽ മൊഡ്യൂൾ. അതിനൊരു പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അത് ഉപയോഗിച്ചിട്ട് ഈ ഓർബിറ്റിനെ 170 കിലോമീറ്ററിനെ 400 കിലോമീറ്ററിലേക്ക് ഓർബിറ്റ് റേസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഫൈനലി ഇതൊരു 400 കിലോമീറ്റർ ഓർബിറ്റിലായിരിക്കും കറങ്ങുക. അവിടെയാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി പോകേണ്ടത്. അപ്പോൾ അത് കറങ്ങി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാൻ സമയമാകുമ്പോഴത്തേക്ക് എന്ത് പറ്റണം? നേരത്തെ നമ്മൾ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഓർബിറ്റിൽ കറങ്ങണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗീവ് ദ റിക്വയർഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഈ ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ പറയുന്നത് 2 ഫോഴ്സസ് ആണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മറ്റൊന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഈ 2 ഫോഴ്സും മാച്ച് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ പറഞ്ഞത് 7.4 കിലോമീറ്റർ ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഈ പറയുന്ന 7.4 കിലോമീറ്റർ പെർ സെക്കൻഡിനെ അല്പം ഒന്ന് കുറച്ചാൽ എന്ത് സംഭവിക്കും? ഗ്രാവിറ്റേഷണൽ പുൾ കൊണ്ട് അത് താഴോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിവിടെ ഓർബിറ്റൽ മോഡ്യൂളിനെ നമുക്ക് തിരിച്ച് എർത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചെറുതായിട്ടൊന്ന് വെലോസിറ്റി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് എങ്ങനെ കൊണ്ടുപോയി ബ്രേക്ക് ചെയ്യും? ഈ സാധനത്തിനെ നമ്മൾ നേരെ അങ്ങ് തിരിച്ചിട്ട് അതാണ് നമ്മൾ ടോപ്സിൽ നോക്കി കാണാം. ആ ഓർബിറ്റൽ മോഡ്യൂളിനെ തിരിച്ചത് കണ്ടില്ലേ? ആ തിരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ എൻജിൻസ് ഉണ്ട്, ആ എൻജിനെ ഫയർ ചെയ്യുക. അപ്പോൾ സംഗതി ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിലും അതിൽ എൻജിൻ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ സ്പീഡ് കുറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇതിങ്ങനെ തിരിച്ചു പോകത്തില്ല, അത്രയ്ക്കുള്ള വെലോസിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ പറയുന്ന വെലോസിറ്റിനെ അല്പം ഒന്ന് കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ എർത്ത് ദി ഓർബിറ്റൽ മൊഡ്യൂൾ വിൽ സ്റ്റാർട്ട് കമ്മിങ് ഡൗൺ. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ സീയിങ് ദ റിട്ടേൺ ട്രജക്ടറി. അപ്പോൾ അതിങ്ങനെ ഫ്രം 400 കിലോമീറ്റർ ഓർബിറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് കമ്മിങ് ഡൗൺ ആൻഡ് വൺസ് ഇറ്റ് റീച്ചസ് 170 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ്, 170 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന ഓർബിറ്റൽ മോഡ്യൂൾ അതിന് 2 ഭാഗമുണ്ട്. ദർ ആർ 2 പാർട്സ്, ക്രൂ മോഡ്യൂൾ, സർവീസ് മോഡ്യൂൾ. Crew module will get separated from service module and then the service module, a bottom side la adilana ee solar panel undathu. Are you seeing solar panel? The blue color 2 wings. So they are for generating the power. Appo electric power something like 4.5 to 5 kilowatt power they are generating. Appo adu orbit la avashyamana. Electric power generation is very important. Appo adu thirichu varumbo aa solar service module will get separated, then crew module will come back. Adine reorient ചെയ്ത് തിരിച്ച് it will come back to atmosphere. Once it comes in the troposphere, almost like 7 to 8 kilometer, then the parachutes will start deploying one by one. Idinathu 10 parachutes are there. There are different kinds of parachutes, so each parachute will get deployed at appropriate altitude. So adana nammal കാണുന്നത്, from 7 kilometer onwards the parachute will start deploying, and at 3 kilometer altitude ഒരു big parachute ഉണ്ട്, almost like 25 meters in diameter. 25 meter എന്ന് പറയുമ്പോൾ അറിയാം, ഈ ഹോളിനേക്കാളും വളരെ സൈസ് കൂടിയതാണ് ഒരു പാരച്യൂട്ട്. അത്രയും ഡയമീറ്ററിലുള്ള വലിയൊരു കുടമാതിരി അങ്ങനത്തെ 3 പാരച്യൂട്ടുണ്ട്. അപ്പോൾ those 3 parachutes will get deployed. അപ്പോൾ അത്ര ഹ്യൂജ് ആയിട്ടുള്ള പാരച്യൂട്ട് ഡിപ്ലോയ് ആകുമ്പോഴത്തേക്ക് because of the atmospheric drag the velocity will be considerably reduced, and therefore before it touches down the craft speed would have been brought down to 8.5 meter per second or something like 25 to 30 kilometer per hour. അപ്പോൾ ആ സ്പീഡിലാണ് ഫൈനലി it will come and land back. So this is the overall mission profile: going to orbit circularization, and then coming back, re-entering the atmosphere and coming back. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ത്യയുടെ either eastern side or on the western side you can land. Eastern side is near Port Blair or western side is near Kochi. So ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് 2 പ്രത്യേക ഓർബിറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർബിറ്റിൽ കറങ്ങാൻ എത്ര ടൈം വേണം? 90 മിനിറ്റ്, 1.5 മണിക്കൂർ കൊണ്ട് ഓർബിറ്റ് കറങ്ങി എത്താം. ഒരു ദിവസം 24 മണിക്കൂർ. എത്ര ഓർബിറ്റ് കറങ്ങാം? 16 ഓർബിറ്റ്. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 16 പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാൻ പറ്റും. അങ്ങനെ 16ാമത്തെ പ്രാവശ്യം കറങ്ങി തിരിച്ചെത്തുമ്പോൾ നമുക്ക് എവിടെ വന്ന് ലാൻഡ് ചെയ്യാം? നമുക്ക് ഓൺ ദ ഈസ്റ്റേൺ സൈഡ് നിയർ ബേ ഓഫ് ബംഗാൾ. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കം ഇൻ 17th ഓർബിറ്റ്, അടുത്ത ഓർബിറ്റിൽ വരാം.
എവിടെയാണ്? അപ്പോഴത്തേക്കും ഭൂമിയും വലം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ യു വിൽ ബി ലാൻഡിങ് നിയർ കൊച്ചി. ഇനി 18ാമത്തെ ഓർബിറ്റ് ആണെങ്കിലോ വീണ്ടും പടിഞ്ഞാറോട്ട് പോകും. അപ്പോൾ നമുക്ക് വേണം, ഇന്ത്യക്ക് അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സെലക്ട് ദ ഓർബിറ്റ്. എല്ലാ ഓർബിറ്റിലും ഇന്ത്യക്ക് അടുത്ത് എത്താൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അമേരിക്കയിലോ, അമേരിക്കൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ലാൻഡിലല്ല, അമേരിക്കൻ മറ്റേ യു ഇമാജിൻ അബൌട്ട് ദ ഗ്ലോബ്, ഇതിനൊക്കെ സീഷോർ ഉണ്ടല്ലേ, അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ലാൻഡ് ചെയ്യാം. പക്ഷേ വി ആർ നോമിനലി പ്രിഫറിംഗ് ടു കം ബാക്ക് നിയർ ദ ഇന്ത്യൻ ഷോർസ്, ഐദർ 16th ഓർബിറ്റ് ഓർ 17th ഓർബിറ്റ്. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കം ഇൻ സം അതർ ഓർബിറ്റ് ലൈക്ക് 32nd ഓർബിറ്റ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഇതുമാതിരി ഒരു കപ്പലുണ്ടാവും. നമ്മൾ ഇന്ത്യൻ നേവിയാണ് നമ്മുടെ ലീഡ് ഏജൻസി. അപ്പോൾ അവരുടനെ നമുക്കറിയാം എവിടെയാണ് ഇപ്പം നമ്മൾ പോയി ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ദേ വിൽ കം ആൻഡ് ദേ വിൽ ബി ലൊക്കേറ്റിംഗ് അസ് ആൻഡ് ദ ക്രൂ മോഡ്യൂളിൽ നിന്ന് ആൾക്കാരെ വളരെ സേഫായിട്ട് ദേ ടേക്ക് ദം ഔട്ട് ആൻഡ് ക്രൂ ക്യാപ്സ്യൂളിനെ വളരെ സേഫായിട്ട് ഈ പറയുന്ന കപ്പലിനകത്ത് വളരെ സേഫായിട്ട് എടുത്തിട്ട് ദേ വിൽ ബി ടേക്കിംഗ് ബാക്ക് ടു ഷോർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൗ ടു ഡെമോൺസ്ട്രേറ്റ് ദ ക്രൂ എസ്കേപ്പ്. ഇതിനകത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ക്രൂ സേഫ്റ്റി. പറഞ്ഞല്ലോ, ക്രൂ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അപ് ടു റീച്ചിങ് ഓർബിറ്റ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. പാഡിലും സംഭവിക്കാം, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ഫ്ലൈറ്റ് ടു ഓർബിറ്റ് ഓൾസോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഹൗ യു ആർ ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ്? യു നീഡ് ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ്. അല്ലാതെ നിങ്ങൾ സേഫാന്ന് പറഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല അല്ലേ. ആൾ കയറിയിരിക്കുന്ന ആൾ പറയും വെദർ യു ആർ ഡെമോൺസ്ട്രേറ്റഡ്, ഐ വോണ്ട് ടു സീ. നമ്മൾ ഏതൊരു വസ്തു വാങ്ങിക്കുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യില്ല അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ പറയുന്ന റോക്കറ്റ് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ദേ വിൽ നോട്ട് ബി അക്സെപ്റ്റിംഗ് ദാറ്റ്. യു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് എങ്ങനെയാണ് ക്രൂ ഈസി ആയിട്ട് റെസ്ക്യൂ ചെയ്ത് വരും എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ കുറേ മിഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അബോട്ട് മിഷൻസ്. ഇതാണ് നമ്മൾ ഇമീഡിയറ്റ്ലി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് അടുത്ത മാസം ഒരു ലോഞ്ച് വെഹിക്കിൾ, നമ്മൾ ടെസ്റ്റ് വെഹിക്കിൾ എന്ന് പറയും, ആ ഒരു സാധനം വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇതേമാതിരി തന്നെ വി വിൽ ബി സിമുലേറ്റിംഗ് ദ ലിഫ്റ്റ് ഓഫ്. ദെൻ വി വിൽ ഗോ ടു സം ആൾട്ടിറ്റ്യൂഡ്, മേ ബി 10 kilometer, 20 kilometer, 30 kilometer, and we will simulate some conditions. What are those conditions? Like transonic Mach number or the peak dynamic pressure, അല്ലെങ്കിൽ മാക്സിമം മാക് നമ്പർ, ഇങ്ങനെ പറഞ്ഞ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ശബ്ദത്തിൻ്റെ വേഗതയേക്കാളും കൂടുതലാണല്ലോ പോകാൻ പോകുന്നത്. ശബ്ദത്തിൻ്റെ വേഗത നമുക്കറിയാം 340 meter/second. നമ്മൾ സഞ്ചരിക്കുന്നതോ 7400 meter/second ആണ് അൾട്ടിമേറ്റ്ലി. അപ്പോൾ എത്ര മടങ്ങാണ് ശബ്ദത്തിൻ്റെ? 25 മാക് നമ്പറിലൊക്കെയാണ് അൾട്ടിമേറ്റ്ലി ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന മാക് നമ്പർ ലെസ് ദാൻ സബ്സോണിക്കിൽ നിന്ന് സോണിക്കിലേക്ക് പോകും, സോണിക്കിൽ നിന്ന് സൂപ്പർ സോണിക്കിൽ നിന്ന് ഹൈപ്പർസോണിക്, ഇങ്ങനെ പറയുന്ന ട്രാൻസിഷൻസ് ഓഫ് ദി മാക് നമ്പർ വിൽ ബി ഹാപ്പനിങ്. അപ്പോൾ ഇതിലെല്ലാം ചിലപ്പം എന്തെങ്കിലും സംഭവിക്കാം, മിഷൻ എന്തെങ്കിലും സംഭവിക്കാം. അത് നമ്മൾ സിമുലേറ്റ് ചെയ്യും. ചില ക്രിട്ടിക്കൽ മിഷൻ കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യും. സിമുലേറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഈ പറയുന്ന എസ്കേപ്പ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് വെഹിക്കിൾ എന്ന് പറയും. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു റോക്കറ്റ്, വി ഹാവ് ഡിസൈൻഡ് എ റോക്കറ്റ് യൂസിങ് എ സിംഗിൾ സ്റ്റേജ് ലിക്വിഡ് സ്റ്റേജ്. അത് വെച്ചിട്ട് ദാറ്റ് റോക്കറ്റ് ഈസ് ഓൾറെഡി റെഡി. അത് വെച്ചിട്ട് വി വിൽ ബി ക്യാരിയിങ് എ ക്രൂ എസ്കേപ്പ് സിസ്റ്റം അറ്റ് എ ക്രൂ മൊഡ്യൂൾ ആൻഡ് വി വിൽ ഗോ ടു സം ഹൈറ്റ്. വി വിൽ സിമുലേറ്റ് ദ സെപ്പറേഷൻ കണ്ടീഷൻ. And at that time, the crew escape system will separate from the test vehicle, and then it will carry the crew module, go to some altitude, then it will come back. But that is what you are seeing here. At each altitude, if the crew escape system is getting separated, how the crew escape system will carry the crew module, and later how the crew module will come back safely. This is what we are going to test it. That is called characterization of the crew escape system. So this is very important thing, because this is the one thing which will dictate the safety of the crew. Ultimately, you are going to carry the crew inside the crew module. അപ്പോൾ അതിനെ നമ്മൾ വളരെ 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 ക്ലിയർ ആയിട്ട് പരീക്ഷിച്ച് വിജയിപ്പിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ വി ക്യാൻ മൂവ് ഫോർവേഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം. വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ്. ഓക്കെ, സോ ദിസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതാണ് ഈ ചെറിയ ചെറിയ വട്ടങ്ങളിൽ കാണിക്കുന്നത്. ഒന്ന് മിഷൻ സ്ട്രാറ്റജി, ഏറ്റവും മുകളിൽ റീ എൻട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റീ എൻട്രി നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ബിക്കോസ് ഓഫ് വെരി ഹൈ ഇൻറ്റൻസ് ഹീറ്റ്, നമ്മുടെ തെർമൽ പ്രൊട്ടക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി നീഡ് ടു പ്രൊട്ടക്ട് ദ ക്യാപ്സ്യൂൾ ഫ്രം ദ വെരി ഹൈ ടെമ്പറേച്ചർ 2000 degree. അതിന് വേണ്ടിയുള്ള തെർമൽ ടൈൽസ് വി ഹാവ് ടു മേക്ക്. അപ്പോൾ അങ്ങനത്തെ പ്രൊട്ടക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രൂ റിക്കവറി, അവർ വന്ന് വീണ് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ബി സേഫ്ലി റിക്കവേർഡ്. അവരെവിടെയെങ്കിലും കടലിൽ വീണ് കഴിഞ്ഞാൽ ശരി നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറ്റത്തില്ല. വി ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി അപ്രോച്ച് ദം വിതിൻ 2 hours. വി ഹാവ് ടു ഗോ അപ്രോച്ച് ദം, ലൊക്കേറ്റ് ദം, ഓപ്പൺ ദ ഹാച്ച്, ടേക്ക് ദം ഔട്ട്, put it inside the vessel and bring them back safely. 2 മണിക്കൂർ തൊട്ട് 6 മണിക്കൂറിനകം തന്നെ we need to capture them back. So crew recovery is also very very important. On the right side, engineering system വളരെ റിലയബിൾ ആയിരിക്കണം. നമ്മൾ പറയുന്ന ലോഞ്ച് വെഹിക്കിൾ അല്ലെ സാറ്റലൈറ്റ്, വളരെ റിലയബിൾ ആയിരിക്കണം. എത്രത്തോളം റിലയബിൾ ആണ്? ബിക്കോസ് ആൾക്കാർ സഞ്ചരിക്കാൻ പോവാണ്. യു ജസ്റ്റ് ഇമാജിൻ യു ആർ ഗോയിങ് ടു സെൻഡ് യുവർ സൺ ഓർ ഡോട്ടർ ഇൻസൈഡ് ദിസ് വെഹിക്കിൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കത്തില്ലേ, ഇതിന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിന് റിഡൻഡൻസി ഉണ്ടോ, ഒരു സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാൽ വെദർ യു ഹാവ് സം അതർ സിസ്റ്റം? All these questions will naturally come. So we need to prove the reliability of the system by testing it.
and thus you need to improve the reliability of the system, and also by giving required redundancy also we need to see. Similarly, താഴെ psychology. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അയ്യോ എനിക്കിപ്പോൾ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. So psychology is very important because you are going to travel alone in the crew capsule to orbit. അവിടെ എത്തിക്കഴിഞ്ഞാൽ കഥ തുറന്ന് ചാടാനൊന്നും പറ്റത്തില്ല. You will be out. So psychology is very important. So you need a psychological training. ആരും കാണത്തില്ല. ചിലപ്പോൾ യു മേ ബി ഹാവിങ് എ സോളോ മിഷൻ. ഒരാൾ മാത്രമായിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയാണ് യൂറി ഗഗാരിൻ പോയത്. ചൈനീസിൻ്റെ ആൾ ഒരാളാണ് പോയത്, യാങ് ലൂയി. ജസ്റ്റ് ഇമാജിൻ വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് മെൻറ്റൽ പവർ ദേ ആർ ഹാവിങ്. എല്ലാവർക്കും വരും. ആഫ്റ്റർ ഓൾ യു ഹാവ് ടു അണ്ടർഗോ ദാറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ്. അപ്പോൾ ട്രെയിനിങ്ങിനകത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരാളിനെ ഒരു മുറിയിൽ അടച്ചിടും, എന്നിട്ട് 24 മണിക്കൂർ അല്ലെ 48 മണിക്കൂർ ആ മുറിക്കകത്ത് വേറെ ഒരു സമ്പർക്കവും ഇല്ല അടുത്ത ഹ്യൂമൻസുമായിട്ട്. ഹി വിൽ ബി അലോൺ ഇൻ ദ റൂം, ബട്ട് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഹൗ ഹി ഈസ് ഗോയിങ് ടു ബിഹേവ് സൈക്കോളജിക്കലി? ചിലപ്പം ഭ്രാന്ത് പിടിച്ച് വല്ലതും ചെയ്യുന്നുണ്ടെന്നുള്ളത് CCTV ക്യാമറ വെച്ചിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവണം. So these things are very important. So psychological training is very important. This is being done by Institute of Aerospace Medicine, a unit of Indian Air Force. They are doing this at Bangalore for our crew. So that is important. Physiology. നമ്മളുടെ physiology നമുക്ക് കരുത്തുണ്ടോ? When you are traveling in a rocket, the speed at which you are going to travel is not 50 km per hour. It's not 100 km per hour. You are going to travel at a speed of 25,000 km per hour. Acceleration. നമുക്കറിയാം ഭൂമിയുടെ 1G 9.81 meter per second square. പക്ഷേ when you are traveling in a rocket, what is the acceleration? Is it 2G, 3G, 4G? Yes, maximum 4G. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? 4G. എനിക്ക് 60 കിലോഗ്രാം ഭാരമുണ്ട്. When I am accelerated at 4G, my weight will be 4 into 60, 240 kg. ഇതേ ഞാൻ 240 കിലോഗ്രാം ഭാരമുള്ള ആകും. അപ്പോൾ ആരെങ്കിലും 100 കിലോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 400 കിലോ ആയിരിക്കും നിങ്ങളുടെ വെയിറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു ഭാരം നിങ്ങളുടെ എല്ലാ ആന്തരിക അവയവങ്ങളിലും ഇത് സംഭവിക്കും. നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ ലങ്സ്, നിങ്ങളുടെ ബ്രെയിൻ എല്ലാത്തിനും മാസ് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ അകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്ന മാതിരി യു വിൽ ഹാവ് എ ഫീലിംഗ്. സോ അത് ഉടനെ നമുക്ക് വെപ്രാളം വരുന്ന മാതിരി വരും. നമ്മളുടെ ഈ പറയുന്ന വെൻ ദ മാസ് ഈസ് ഗോയിങ് അപ്പ്, നമ്മുടെ നട്ടൽ ഈ പറയുന്ന 400 കിലോഗ്രാം അല്ലെ ഈവൻ ഫോർ മീ 240 കിലോഗ്രാം, ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ഫോർ ദാറ്റ്. നമുക്കറിയാം 2 ചാക്ക് സിമെൻ്റ് എടുത്ത് തല വെച്ച് കഴിഞ്ഞാൽ 1 ചാക്ക് തന്നെ വെച്ചാൽ മതി, പെടലി പോകുമെന്ന് പറയും. അപ്പോൾ അത് 50 കിലോഗ്രാമേ ഉള്ളൂ. അപ്പോൾ തിങ്ക് അബൌട്ട് 200 kg. സോ ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ഫോർ ദാറ്റ്. പക്ഷേ ആസ് പെർ ദ സ്റ്റാൻഡേർഡ്സ് വി ആർ ഏബിൾ ടു ട്രാവൽ ത്രൂ 4G ഫോർ എ മാറ്റർ ഓഫ് ഫ്യൂ സെക്കൻഡ്സ്. ദർ ആർ സ്റ്റാൻഡേർഡ്സ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഒരു ട്രാൻസിയൻ്റ് വി ക്യാൻ ഹാവ്. കാരണം റോക്കറ്റിനകത്ത് 4G വരും, സ്റ്റഡി ആക്സലറേഷൻ. അപ്പോൾ ദാറ്റ് ഓൾസോ യു ക്യാൻ വിത്ത് സ്റ്റാൻഡ്. ഫോർ ദാറ്റ് ഓൾസോ യു നീഡ് ട്രെയിനിങ്. അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഈ ജയൻറ്റ് വീൽ എന്ന് പറഞ്ഞ മാതിരിയാണ് സെൻട്രിഫ്യൂജ്. ഒരു വലിയൊരു ആമാണ്. ആ ആമിൻ്റെ അറ്റത്ത് ഒരു ഗൊണ്ടോള എന്ന് പറഞ്ഞ ഒരു സാധനം മാതിരി, ഒരു ക്യാപ്സ്യൂൾ, അതിനകത്ത് ആളിനെ കയറ്റിയിരുത്തും. എന്നിട്ട് ഈ ആം ഇങ്ങനെ കറങ്ങും. ഇതേമാതിരി ഒരു വലിയൊരു ഹോളാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിൻ ബാംഗ്ലൂരിലുണ്ട്. അപ്പോൾ അതിങ്ങനെ കറങ്ങും. അത് സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. സ്പീഡ് കൂടുമ്പോൾ യു വിൽ ബി സിമുലേറ്റിംഗ് ദി ആക്സിലേഷൻ കണ്ടീഷൻ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ട്രെയിൻ ചെയ്യുന്ന ആൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്ക് സെലക്ഷന് വേണ്ടിയിട്ട് പുള്ളി മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ വടിയാവും. അതുകൊണ്ട് ഹി വിൽ ബി മോണിറ്റേർഡ് ഓൾ ഹിസ് ഹെൽത്ത് കണ്ടീഷൻസ് ആൻഡ് ഹി ഹാസ് ടു ടെൽ വെദർ ഇറ്റ് ഈസ് ഓക്കെ ഫോർ ഹിം ഓർ നോട്ട്. ഒരു ബട്ടൺ അവിടെ ഇരിപ്പുണ്ട്, എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. ഹി ഹാസ് ടു അബൌട്ട് ഇറ്റ്, അതർവൈസ് ഹി വിൽ ബി നോ മോർ. സോ അതുകൂടാതെ ഇവർക്ക് നോൺ ഇൻവേസീവ് സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, ഇവരുടെ ബ്ലഡ്, ഇവരുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്, ഓൾ ദീസ് തിങ്സ് വിൽ ബി മോണിറ്റേർഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യണം. സോ അതിനാണ് ഈ ഫിസിയോളജിക്കൽ കണ്ടീഷൻ വി നീഡ് ടു ട്രെയിൻ. ഇത് അബൌട്ട് നടക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അബൌട്ട് നടക്കുമ്പോൾ ദേ വിൽ ബി കമ്മിങ് ബാക്ക് അറ്റ് എ വെരി മച്ച് ഹയർ ആക്സിലേഷൻ. അത് ഈ 4G ഒന്നും അല്ല. ഇറ്റ് ക്യാൻ ഗോ ആസ് ഹൈ ആസ് 12G to 16G. തിങ്ക് അബൌട്ട് ഇറ്റ്. 16G, 16 into 60, 960 കിലോഗ്രാം. 1 ടൺ. എൻ്റെ ഭാരം 1 ടൺ ആകുക എന്നുള്ളത് ഇമാജിൻ നോക്കും. ഒരു കാറിൻ്റെ വെയിറ്റ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന ഒരു ഫ്യൂ മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് ആ സമയത്തേ സംഭവിക്കുള്ളൂ. പക്ഷേ ദാറ്റ് ഓൾസോ യു ക്യാൻ വിത്ത്സ്റ്റാൻഡ് ആസ് പെർ ദി സ്റ്റാൻഡേർഡ്സ്. സോ ഇതെല്ലാം യു നീഡ് ടു ഗെറ്റ് ട്രെയിൻഡ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈ ഫിസിയോളജിക്കൽ ട്രെയിനിങ് ഓൾസോ യു നീഡ് ടു അണ്ടർഗോ. ആൻഡ് സിമിലർലി എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. The radiation environment, the atmospheric environment, the temperature, thermal environment, and the kind of the hostile environment which is prevailing in the orbit. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് അതിജീവിക്കണം. We need to overcome all these challenges when we are making a trip to the space and then come back. അപ്പോൾ അതിന് റോക്കറ്റിനകത്ത് പല പല കാര്യങ്ങളുണ്ട്. ഇത് എല്ലാം ഞാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം. റോക്കറ്റ് അതിന് വേണ്ടിയിട്ട് റിലയബിൾ ആക്കണം. അതിൻ്റെ സ്ട്രക്ചേഴ്സ്, തെർമോസ്ട്രക്ചറൽ മാർജിൻ കൂട്ടണം. സ്ട്രക്ചറൽ ലോഡ് ക്യാപ്പബിലിറ്റി വി നീഡ് ടു ഇൻക്രീസ്. നമ്മൾ സാധാരണ സാറ്റലൈറ്റിനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മാർജിൻ പറയും 1.2 മതി എന്നുള്ളത്. മനുഷ്യനെ കൊണ്ടുപോകാനാണെങ്കിൽ 40% വേണം, 1.4 ആസ് പെർ ദ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഏവിയോണിക്സ് റിഡൻഡൻസി,
നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏവിയോണിക്സ് പാക്കേജസ്. നമുക്കറിയാം റോക്കറ്റിനകത്ത് ഡുവൽ ചെയിൻ ആണ്, 2 ചെയിൻ ഉണ്ടാവും. ഒരു ചെയിൻ ഫെയിൽ ആയാൽ അടുത്ത ചെയിൻ വർക്ക് ചെയ്യും. പക്ഷേ ഒരു ഹ്യൂമൻ സ്പേസ് മിഷനകത്ത് 2 ചെയിൻ മതിയോ? പോരാ, മിനിമം ട്രിപ്പിൾ വേണം, അല്ലെ ക്വാഡ്രിപ്പിൾ വേണം, 4 ചെയിൻ വേണം, അല്ലെ 3 ചെയിനിൽ കൂടുതൽ വേണം. അങ്ങനെയുള്ള റിഡൻഡൻസി ഓൾസോ വി നീഡ് ടു ഇംപ്രൂവ്. അങ്ങനെ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതാണ് റിഡൻഡൻസി കൊടുക്കുന്ന കാര്യം, അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യം, ക്രൂ എസ്കേപ്പ് സിസ്റ്റം വേണ്ടുന്ന കാര്യം, പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ എല്ലാം ഹ്യൂമൻ റേറ്റ് ആക്കണം. എന്താണ് ഹ്യൂമൻ റേറ്റിംഗ്? ഇഫ് യു ആർ മേക്കിംഗ് എ വെഹിക്കിൾ ഡിസൈൻഡ് and if the vehicle is rated for a safe travel of human with adequate safety factors, then we can say the vehicle is human rated. So what is that safety factor? That is what we said. Structural factor, thermal factor, and redundancies in the avionics, redundancies in pyros, redundancies in control system, redundancies in separation system. Everywhere when you address these redundancies as per the human safety standards, then we can say the vehicle is human rated. Allengil the vehicle is only launch vehicle. It is meant for launching the satellites. But if you want to launch a human, it needs to be human rated, where the safety factors have to be enhanced. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന GSLV Mark 3 അല്ലെങ്കിൽ LVM3നെ നമ്മൾ അങ്ങനെ ഹ്യൂമൻ റേറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഹ്യൂമൻ റേറ്റഡ് വെഹിക്കിൾ നമ്മളിപ്പോൾ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ. ആൻഡ് സൂൺ വി ആർ ഗോയിങ് ടു ഹാവ് ദ ഫസ്റ്റ് ലോഞ്ച് ഓൾസോ ഇൻ ദ നെക്സ്റ്റ് ഇയർ. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു സീ. സിമിലർലി ദി ഓർബിറ്റൽ മോഡ്യൂൾ, ഈ പറഞ്ഞ ഓർബിറ്റൽ മോഡ്യൂളിനകത്ത് ടോപ്പിലുള്ളത് ക്രൂ മോഡ്യൂളാണ്. അതിനകത്ത് നോക്കുക, ഒരു മനുഷ്യൻ കിടക്കുന്നത് മഞ്ഞ വസ്ത്രധാരി മനുഷ്യനാണ്. സാധാരണഗതിയിൽ നമ്മൾ കാറിനകത്തും ബസ്സിനകത്തും ട്രാവൽ ചെയ്യുന്ന മാതിരി ഹീ ഈസ് നോട്ട് ഗോയിങ് ടു സിറ്റ് ഇൻ ആൻ അപ്രൈറ്റ് കണ്ടീഷൻ. ഒരു എയർക്രാഫ്റ്റിനകത്ത് എങ്ങനെ മനുഷ്യൻ ഇരിക്കുന്നു അതുമാതിരിയുള്ള കണ്ടീഷനിലല്ല ഹീ ഈസ് ഗോയിങ് ടു സിറ്റ് ഇൻസൈഡ് ദ ക്രൂ മോഡ്യൂൾ. മറിച്ച് ഒരു ഉറങ്ങാൻ കിടക്കുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പുള്ളി ഉറങ്ങാൻ പറഞ്ഞത് നമ്മൾ? കാരണം when the vehicle is going up, what is happening? Every second the speed of the vehicle keeps on increasing. ഗ്രൗണ്ടിനകത്ത് 0 velocity ആണ്, but it keeps on increasing. Acceleration keeps on building up. അപ്പോൾ എന്ത് പറ്റും? മനുഷ്യൻ്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു അപ്രൈറ്റ് കണ്ടീഷനിൽ, ഈ കണ്ടീഷനിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഭാരം, നമ്മുടെ തല തൊട്ട് ശരീരത്തുള്ള ഭാരം നമ്മുടെ നട്ടലിൽ കൂടി താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ നട്ടൽ ഒടിഞ്ഞു പോകും. നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേക്കും വി വിൽ ബി നോ മോർ. സോ നമ്മളീ പറയുന്ന സെമി സുപ്പൈൻ കണ്ടീഷൻ എന്ന് പറയും. ഈ കണ്ടീഷനിൽ നമ്മുടെ ലോഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? നമ്മളിങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോൾ നമ്മുടെ തല നേരിട്ട് ദർ ഇസ് എ ക്രൂ സീറ്റ്, നേരിട്ട് തലയുടെ ഭാരം ക്രൂ സീറ്റിലേക്ക് പോകും. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം നേരിട്ട് ക്രൂ സീറ്റിലേക്ക് പോകും. അപ്പോൾ ചെസ്റ്റിന് അക്രോസ് ആണ് ദ ലോഡ് ഈസ് ആക്ടിങ്. അപ്പോൾ നമ്മൾ സാധാരണ വെഹിക്കിളിന് ആക്സിസ് പറയാറുണ്ട് അല്ലേ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, പിച്ച് യോർ റോൾ എന്ന് പറയുന്ന മാതിരി മനുഷ്യനും ഉണ്ട് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. സോ എക്സ് വൈ ഈസ് അക്രോസ് ദ ഷോൾഡർ, ഇസഡ് ലോഞ്ചിറ്റ്യൂഡിനൽ, എക്സ് അക്രോസ് ദ ചെസ്റ്റ്. അപ്പോൾ ചെസ്റ്റിൽ കൂടെ നമുക്ക് ആക്ട് ചെയ്യുന്ന ലോഡാണ് നമുക്ക് മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് മാക്സിമം ലോഡ് നമുക്ക് ചെസ്റ്റിൽ എടുക്കാൻ പറ്റും, തലയ്ക്കല്ല. അപ്പോൾ നമ്മൾ വണ്ടിയിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് വി ഹാവ് ടു ബി ഇൻ സെമി സുപ്പൈൻ കണ്ടീഷൻ സോ ദാറ്റ് അവർ ബോഡി മാസ് വിൽ ബി ആക്ടിങ് ഓൾവേസ് against the the vertical condition, in that condition. So അതുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടീഷനിൽ യു വിൽ ബി ട്രാവലിംഗ് അപ്പ്. സോ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്ന ബുള്ളറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഓർബിറ്റൽ മോഡ്യൂളിൻ്റെ പല പല പ്രത്യേകതയാണ്. അതിനകത്തൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഹാസ് ടു ബി എ പ്രഷറൈസ്ഡ് ക്യാപ്സ്യൂൾ, അത് വേണം. അങ്ങനെയുള്ളൊരു ക്യാപ്സ്യൂളാണ്. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വേണം. നമുക്ക് ഫുഡ് വേണമല്ലോ, ഫുഡ്, വാട്ടർ, എവറിത്തിങ് യു നീഡ് ടു ക്യാരി. സീറ്റ് വേണം, വ്യൂ പോർട്ട് വേണം, പ്രൊപ്പൽഷൻ സിസ്റ്റം വേണം, അതുപോലെ തന്നെ പിന്നെ ഏവിയോണിക് സിസ്റ്റം, റിഡൻഡൻസി വേണം. ഇങ്ങനെ പല കാര്യങ്ങളാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. അത് അവിടെ ഇരിക്കുന്നവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ബട്ട് ഇതൊക്കെയാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഓർബിറ്റൽ മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു ക്രൂ ക്യാപ്സ്യൂളാണ്. അതൊരു ടോട്ടലി വെൽഡഡ് കൺസ്ട്രക്ഷനാണ്. അതൊരു പ്രഷറൈസ്ഡ് ക്യാപ്സ്യൂളാണ്. അതിനകത്ത് ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ട്, 1 atmospheric പ്രഷർ. അതിനകത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം അതിൻ്റെ അളവിൽ ഇറ്റ് ഹാസ് ടു ബി ദർ. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകണം. പിന്നെ ഈ ക്രൂവിന് നമ്മൾ കോക്പിറ്റ് മാതിരി ഇതിനകത്തൊരു ഡിസ്പ്ലേ കൺസോൾ ഉണ്ട്. കാരണം ക്രൂ അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ വി നീഡ് ടു ഗിവ് ദം എ ഡിസ്പ്ലേ കൺസോൾ where they will be able to monitor what is happening every second. And in the display console, all the events of the flight will come. Right from they board the vehicle, the important events, as you climb into the orbit, what are the various stages functioning, where they are there at each and every point in time. Even the crew health is being monitored. അവർ ആദ്യം ധരിക്കുന്നത് അകത്ത് ഇന്നർ വെയർ, അതിന് ബയോവെസ്റ്റ് എന്ന് പറയും. ആ ബയോവെസ്റ്റ് നമ്മുടെ അകത്ത് ഇപ്പോൾ ബെന്നിൻ എന്ന് പറയുന്ന മാതിരി അതിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സ് എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ സാധനം കൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ, ഓക്കെ, BP, ആൻഡ് ദി ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, SpO2, ഇങ്ങനെയുള്ള നിർണായകമായ ദ പാരാമീറ്റേഴ്സ് ക്യാൻ ബി മോണിറ്റേർഡ്. അപ്പോൾ ഇതും ഈ പറയുന്ന ഡിസ്പ്ലേക്കകത്ത് വരികയും ചെയ്യും.
ഇതെല്ലാം ടെലിമെട്രി ചെയ്ത് ഗ്രൗണ്ടിലും കിട്ടും. അപ്പോൾ എല്ലാ സാധനവും ഗ്രൗണ്ടിലും കിട്ടും. ദാൻ ഇൻ ഗ്രൗണ്ട് ദേ ആർ ബീങ് മോണിറ്റർഡ് ബൈ ഫ്ലൈറ്റ് സർജൻസ്. ഹു ആർ ദ ഫ്ലൈറ്റ് സർജൻസ്? ദേ ആർ ദ ഡോക്ടേഴ്സ്. അപ്പോൾ ഡോക്ടേഴ്സിനെ നമ്മൾ ഈ ക്രൂവിൻ്റെ ഡോക്ടേഴ്സിനെ നമ്മൾ ഫ്ലൈറ്റ് സർജൻസ് എന്നാണ് പറയുന്നത്. ദേ ആർ ഓൾസോ IAF person, IAM instead of aerospace medicine. അപ്പോൾ they also will be there in the ground. So these things are also monitored and those can be monitored in the crew console also there. അപ്പോൾ ഇതാണ്. അപ്പോൾ താഴത്തെ സർവീസ് മോഡ്യൂളാണ്. As the name suggests, it is servicing module. Means it has got its own propulsion system, its own power system to generate the required power, and its own avionics system, everything for monitoring and things like that. Okay? Right. അപ്പോൾ ഇതാണ് ഒരു ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. ഈ റൈറ്റ് സൈഡിൽ യു കൻ സീ ദ ടോപ്പ്, the crew console. This is being made by Space Application Center in Ahmedabad. താഴെ that crew capsule you can see inside the crew seat എങ്ങനെയാണ് ആൾക്കാർ. Okay, it may not be very clear there, but you can see how they are going to be inside. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം ക്രൂ മോഡ്യൂളിനകത്ത് എങ്ങനെയാണ് ആളിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ നമ്മളിത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഫോൾ ഐദർ ഇൻ അപ്രൈറ്റ് കണ്ടീഷൻ ഓർ ഇൻ അപ്സൈഡ് ഡൗൺ കണ്ടീഷൻ. പമ്പരം മാതിരി തിരിച്ചും വീഴാം അങ്ങനെയും വീഴാം. അപ്പോൾ നിങ്ങൾ ഇവിടെ 2 കണ്ടീഷൻ കാണിച്ചിട്ടുണ്ട്. സ്റ്റേബിൾ 1 ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം, റൈറ്റ് സൈഡിൽ ഒരെണ്ണം അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡിലെ കണ്ടീഷനിൽ തലകുത്തിയാണ് വീഴുന്നതെങ്കിൽ അവർക്ക് പുറത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിലാണ് വീഴുന്നത്. ദേ കനോട്ട് ഓപ്പൺ ദ ഹാച്ച് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇടിച്ച് കയറും. അപ്പോൾ നമ്മളിതിനെ അപ്സൈഡ് ഡൗൺ ആക്കണം. നമ്മൾ നേരെ തലതിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഫ്ലോട്ട്സ്, യു ആർ സീങ് ഓൺ ദ റൈറ്റ് സൈഡ് ബലൂൺസ്, ഈ പറയുന്ന ഫ്ലോട്ട് ഡിപ്ലോയ് ആവും. എന്നിട്ട് ഇറ്റ് വിൽ ബി മേക്കിംഗ് ഇറ്റ് ഓൾ റൈറ്റ് അപ്രൈറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം ഈസ് ഓൾസോ ദർ ആസ് പാർട്ട് ഓഫ് ദ മിഷൻ. സോ ദീസ് ആർ ദ വേരിയസ് ഹാബിറ്റേഷൻ ചാലഞ്ചസ്. ഇതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൈക്രോ ഗ്രാവിറ്റി കൊണ്ടുള്ള ഇഷ്യൂസ്, സ്പേസ് റേഡിയേഷൻ, ഇതെല്ലാം നമ്മൾ വി ഹാവ് ഓൾറെഡി ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇഷ്യൂസ് എന്നുള്ളത്. ദീസ് ആർ ദ ചാലഞ്ചസ്. അപ്പോൾ ഇതെല്ലാം ഹൗ യു ആർ ഗോയിങ് ടു ഓവർകം ദാറ്റ് ബൈ ഡൂയിങ് എ പ്രോപ്പർ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ പല ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിട്ട് വി ക്യാൻ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, മൈക്രോ ഗ്രാവിറ്റി, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ക്രൂ ട്രെയിനിങ് വഴി വി ക്യാൻ മേക്ക് ദം വി ക്യാൻ മേക്ക് ദം ട്രെയിൻഡ് ഫോർ മീറ്റിംഗ് സച്ച് കണ്ടീഷൻസ്. സിമിലർലി സ്പേസ് റേഡിയേഷനും ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എല്ലാം വി നീഡ് ടു ക്രിയേറ്റ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം. യു നീഡ് ടു ക്യാരി ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. ഓക്സിജൻ ക്യാരി ചെയ്യണം. കാർബൺ ഡൈ ഓക്സൈഡിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി യു നീഡ് ടു ഹാവ് എ സിസ്റ്റം ഇൻസൈഡ് ദ ക്രൂ ക്യാപ്സ്യൂൾ ലൈക്ക് ലിഥിയം ഹൈഡ്രോക്സൈഡ് ദാറ്റ് വിൽ അബ്സോർബ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഓൾസോ യു നീഡ് ടു ക്യാരി. സോ ഇതൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. നിങ്ങൾ ഈ കാണാം ഈ വട്ടത്തിൽ ക്യാബിൻ പ്രഷർ കൺട്രോൾ. കാരണം ഈ ക്യാബിനകത്തുള്ള പ്രഷർ യു നീഡ് ടു മെയിൻറ്റെയിൻ 1 atmosphere. അതിനകത്തുള്ള ഓക്സിജൻ്റെ PPM ഓൾസോ യു നീഡ് ടു കണ്ടെയ്ൻ. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്യാബിൻ പ്രഷർ കൺട്രോൾ. ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്ത് വി നീഡ് ടു മെയിൻറ്റെയിൻ ദ PPM ലെവൽ. സിമിലർലി തെർമൽ കൺട്രോൾ, ഇതിനകത്തുള്ള ടെമ്പറേച്ചർ 23 degree വി നീഡ് ടു മെയിൻറ്റെയിൻ. അപ്പോൾ അതിനകത്തും വി നീഡ് ടു ഹാവ് എ സർക്യൂട്ട്. നമുക്ക് ഫ്രിഡ്ജിനകത്തുള്ള ഓളേൻ്റെ കൂട്ട് മാതിരി തന്നെ സർക്യൂട്ട്സ് ഇതിനകത്ത് വി ഷുഡ് ഹാവ് ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ക്രൂ ക്യാബിൻ. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റംസാണ് ഈ കാണിച്ചിരിക്കുന്നത് ചുറ്റും. അതുപോലെ തന്നെ ഇതിനകത്തൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, ക്രൂ മോഡ്യൂളിനകത്തൊരു തീ പിടിച്ചാൽ ഇമീഡിയറ്റ്ലി യു നീഡ് ടു പുട്ട് ഓഫ് ദ ഫയർ. അപ്പോൾ സാധാരണ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ ചെയ്യാൻ പറ്റുമോ? സിംപ്ലി കാർബൺ ഡൈ ഓക്സൈഡിനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് ഈ ക്യാബിനകത്ത് ഫില്ലാവും. അങ്ങനെ ഇൻഹേൽ ചെയ്യേണ്ടതും കാർബൺ ഡൈ ഓക്സൈഡാണ് അല്ലേ. സോ വി കനോട്ട് ഡിപ്ലോയ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. അതിന് പകരം വാട്ടർ മിസ്റ്റ് സിസ്റ്റമാണ്, വെള്ളം സ്പ്രേ ചെയ്യുന്ന മാതിരി അങ്ങനെയുള്ള സിസ്റ്റംസ് ഓൾസോ. സോ ദീസ് ആർ ദ വേരിയസ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് വിച്ച് വി ഹാവ് ടു ക്യാരി ഇൻ ദിസ് പർട്ടിക്കുലർ തിങ്. ഇത് കൂടാതെ MMOD എന്ന് പറയും, മൈക്രോ മീറ്റിയറൈറ്റ് ഓർബിറ്റൽ ഡെബ്രി. ഓർബിറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ട്. സം ഡെബ്രി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ദിസ് ഡെബ്രി ക്യാൻ കം ആൻഡ് ഹിറ്റ് ഓൺ ടു ദ മോഡ്യൂൾ. ഇത് സഞ്ചരിക്കുന്ന ദ വെലോസിറ്റി ഓഫ് ദ ഡെബ്രി ഈസ് സംതിങ് ലൈക്ക് 7 km/s. ഇത് വന്ന് ഈവൻ എ സ്മോൾ പാർട്ടിക്കിൾ 1 mm സൈഡ് പാർട്ടിക്കിൾ ഇഫ് ഇറ്റ് കംസ് ആൻഡ് ഹിറ്റ്സ് ഈവൻ 7 mm thick അലുമിനിയം അലോയ് യു ക്യാൻ ക്രിയേറ്റ് എ പങ്ക്ചർ. ഇത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. TBRL എന്ന് പറയുന്ന ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലാബറട്ടറി, ചണ്ഡീഗഡ് DRDOയുടെ ഒരു യൂണിറ്റാണ്. അവിടെ ഈ പറയുന്ന വി ഹാവ് ക്യാരിഡ് ഔട്ട് ദിസ് കൈൻഡ് ഓഫ് എൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിനെ ഓർബിറ്റൽ ഡെബ്രി വന്നാലും വി നീഡ് ടു പ്രൊട്ടക്ട് ദ ക്യാപ്സ്യൂൾ. അതിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ സിസ്റ്റം വി നീഡ് ടു പ്രൊവൈഡ് ദാറ്റ്. അതാണ് ഈ MMOD പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, മൈക്രോ മീറ്റിയറൈറ്റ്. ഈ ഉൽക്കകൾ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓർബിറ്റിലും ഉണ്ട്. ഇറ്റ് ക്യാൻ കം ആൻഡ് ഡാമേജ് ദ ക്രൂ ക്യാപ്സ്യൂൾ. ദാറ്റ് ഓൾസോ വി നീഡ് ടു പ്രൊട്ടക്ട്. സോ ദിസ് ഇസ് ഓൾസോ വൺ തിങ്. ട്രെയിനിങ് ഓൾറെഡി വി ഹാവ് സീൻ ദേ ഹാവ് ടു ബി ട്രെയിൻഡ് ഫോർ വേരിയസ് കണ്ടീഷൻസ്. SOP എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾസ്, പ്രൊസീജിയേഴ്സ്. ത്രൂ വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രെയിനിങ് വി നീഡ് ടു ഗിവ്. ഇൻഡിപെൻഡൻറ്റ് ട്രെയിനിങ്, സ്റ്റാറ്റിക് മോക്കപ്പ് സിമുലേറ്റർ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് തിങ്സ് ബൈ വിച്ച് വി ക്യാൻ ട്രെയിൻ ദ ക്രൂ എന്ന് പറയുന്ന സഞ്ചരിക്കുന്ന ആൾ. ദേ ഹാവ് ടു ബി ട്രെയിൻ. ഒരു ക്രൂ മോഡ്യൂളിനകത്ത് നമ്മളൊരു കാർ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഓപ്പറേഷൻ മനസ്സിലാക്കില്ലേ, എങ്ങനെയാണ് അത് ഓടിക്കുക എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചില ഫസ്റ്റ് എയ്ഡ്സ് എങ്കിലും നമുക്ക് മനസ്സിലാകും എന്ന് പറയുന്ന മാതിരി വി നീഡ് ടു ട്രെയിൻ ദ എൻറ്റയർ ദ ക്രൂ മോഡ്യൂൾ റിലേറ്റഡ് ഹൗ ഹീ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ക്രൂ മോഡ്യൂൾ. അപ്പോൾ അതിന് വേണ്ടുന്ന പലതരം ട്രെയിനിങ് ആണ് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ട്രെയിനിങ് കൺസോൾ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് മോക്കപ്പ്, അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി,
I know you have created a virtual reality. You are creating that. അപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൽ കൂടി ഒരു വെർച്വൽ റിയാലിറ്റി, വെർച്വൽ ടൂർ ത്രൂ ദ ക്രൂ മോഡ്യൂൾ, എന്നിട്ട് വേരിയസ് കൺട്രോൾസ് ഹൗ യു ക്യാൻ ഡു ദാറ്റ് എന്നുള്ളതും നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ഹാസ് ടു അണ്ടർഗോ ദ വേരിയസ് ട്രെയിനിങ് പ്രോഗ്രാം ഓൾസോ. ഹ്യൂമൻ റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് if I am telling, yes, the vehicle is ready, now you can travel, will anybody clear? No. There is a certification board. But this board will certify, yes, your vehicle is fit for the crew to travel on board, and then they can go and come back. അതിന് നമുക്കൊരു ബോർഡുണ്ട്, നാഷണൽ ബോർഡ്. സോ ദേ ഹാവ് ടു സർട്ടിഫൈ. അപ്പോൾ അവർ സർട്ടിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും, ലൈക്ക് സ്ട്രക്ചറൽ മാർജിൻസ്, ലൈക്ക് യുവർ തെർമൽ മാർജിൻസ്, ലൈക്ക് യുവർ റിഡൻഡൻസീസ് in all the systems, everything, whether you have done it, whether you have proven through various testing, so whether your design is adequate, whether you have done the required amount of the testing to show that your test is adequate, and similarly your process, everything, whether it is adequate, safety, whether it is adequate, that is what is meant here in the route to certification. This is also very important. Ningal even Keltron, when you are making a package, when you are giving for the Gaganyaan, this will go through this particular route to certification. That is very important. Right from the component, what you are taking, the component acceptance, the component screening, and how it is going to get involved in the package realization, the various testing in the package, card level, package level, and then in the subsystem level, system level, and ultimately integrated level in the launch vehicle level or in the orbital module level. How you are going to do that? Everything has to be very meticulously documented. Traceability is very, very important. So, other number sadhana launch vehicle law, satellite law, it is very important, but much more than that, it is required for our human space mission, because unless it is totally traceable and unless the certificate or unless the proof is available, no certification agency will give the certification for the launch vehicle or the orbital module to travel to orbit and then come back. So that is very important in the certification. അപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് കൊണ്ട് നമ്മൾ ഈ പറയുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഗോ ആൻഡ് കം ബാക്ക് ആണ്. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് അതർ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ്, ഇൻഡസ്ട്രി പ്രോസ്പെക്ട്സ് ഉണ്ട്. അതാണ് ഈ പറയുന്ന ഒന്ന് ടെക്നോളജീസ്. നമുക്ക് ഇഫ് യു ഹാവ് ടു ഗോ ടു ഓർബിറ്റ് ആൻഡ് ദെൻ കം ബാക്ക്, വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ടെക്നോളജീസ് ദാറ്റ് യു ആർ ഗോയിങ് ടു മേക്ക്? സിമ്പിൾ തിങ്, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വി ആർ ടെലിംഗ്. You need to make a life support system which is going to function in the high acceleration condition and the low G condition, microgravity condition, and that kind of an environment in the orbit. അപ്പോൾ അതിനൊക്കെ നമുക്ക് lateral, what you call that spin-offs ഉണ്ട്. So that is there. Similarly, materials and microgravity experiments you can carry out. So many things are written, like combustion research, space tourism. See, once we do this, even there will be people who will be willing to pay and then travel to space and then come back. Only thing, ഒരു ടിക്കറ്റിന് എത്ര രൂപയാണ് to go to space and come back? Something like 250 to 300 crore. അത്രയും കൊടുക്കാനുണ്ടെങ്കിൽ you can travel to space and then come back. I know that travel money also has to be brought down to make it conducive for the normal people, but it's a long way to go. So space tourism എന്ന് പറയുന്നത്, there are people there who are millionaires, billionaires. They can spend money, they can go that, but in the due course of time, it can be made slightly more economical, so that somewhat people also can travel. So ഇങ്ങനെ പല പല spin-offs are also there in the industry, and it is not that ISRO is alone is doing. It is a program which is spread across the nation, pan-India എന്ന് പറയും. About now all our national institutions, like the so many the corporations like Keltron, and similarly there are various other institutes in the state as well as across the country. Indian institutes, national institutes, various industries, more than 350 industries, and various other CSA labs. There are so many other forces like Indian Air Force, Navy, Armed Forces, everybody is also involved, DRDO units and all. So it's a national collaboration. Similarly, internationally also we have some collaboration with some of the foreign agencies to some critical things we are also getting from them. So it is like spread across the globe. It's a national, of course, it's a national frontier, national endeavor. So this is one thing what we have embarked, and where we are today in this program. Yes, we are going to validate our crew escape system soon, maybe in next month or in the month or two, almost in the month of August. Maybe the first crew escape system mission will happen. Based on the successful demonstration of these things, the future missions also will get lined up, and finally, ultimately, we are aiming for taking humans to orbit and then come back. So idana namalde series of missions which are planned, like airdrop test. Left side you are seeing a helicopter which is carrying a crew module. Other number of 5 kilometer altitude, we will take it, we will drop it. Once it comes down, how the parachutes are getting deployed, that we will evaluate in this integrated airdrop test using our Indian Air Force Chinook helicopter. And similarly, we have a test vehicle. This is what I said. You carry the crew escape system at different altitude and separate it, and from there, how the crew escape system is going to carry the crew module, and safely how it is going to come back. We need to validate the crew escape system. And similarly, pad abort at launch pad. Though we have done earlier, we need to repeat that.
And then we should have unmanned missions. Unmanned missions means without a man. You should have a mission equivalent to that of the manned mission. All the engineering system, all the life support system, everything has to be like in a manned mission. And you need to prove it through 2 successful unmanned missions. Then only you will get the required certification for taking a human to orbit and then come back. So that is what we are now looking for. And I think with the help and with the involvement, I don't say it's an help, with the involvement, you are also in one way or other party to it. You are also involved in that. And I think as a nation, we are very confident that we will be able to do with the kind of maturity that we have arrived at in the launch vehicle technology, in the satellite technology, in the interplanetary mission. Definitely this mission of carrying our own Indian brothers and sisters from our own capsule called Gaganyaan, from our own launch vehicle called LVM-3, from our own soil in Sriharikota, we will be able to go and then come back and land safely near to our Indian shores. That's what we are aiming for. And with that, I thank you for patient listening. Thank you. So we are almost 25 minutes over short, but any queries are there, please? Yeah. Sir, my name is Mithun Shankar. I am working as a General Manager in Special Products Group at Caltron. 2 queries, sir. Number 1, as a project director, we would like to know about the systems engineering part of it, sir, because it's a very crucial project. How do you handle the systems? In a nutshell, if you can tell us, number 1 question. Yeah. Number 2, sir, regarding this crew training, sir, we get to read a lot of information regarding crew training, that Air Force officers, fighter pilots are getting trained, Top Guns, India's Top Guns are getting trained. Can we get to know anything about it, sir? Thank you. Okay, fine. On the systems engineering, we know systems engineering is nothing but there are different disciplines of items inside the crew module, right? We have avionics system, we have parachute system, and we have crew themselves are there, crew seat is there, and viewports are there, and host of other life support systems are there, propulsion system is there. So it is like systems engineering in a nutshell. Basically like our olden days, we were living like a big family. Correct? When a big family is there, we have grandparents, our parents, current generation, we have children, we have grandchildren. All are together. And how you can go together? You have to respect each and everybody's opinion, right? Then you can go. But today, it has come down to a satellite family, where we are telling when husband and wife are together, it is a joint family, something like that. Because when today joint family, we are not able to listen to the voices of our own brothers, sisters, or other in-laws and other things. So we have different things. So that system engineering is failing. So system engineering in simple term, respecting the requirements of various systems, avionic systems and things, or even the parachute system, mechanical systems, or various other kinds. So in a crew module, in an orbital module, as you were telling, system engineering plays a very, very key important role. How you are going to take care of the interfaces, your requirements of the various systems. For example, avionic systems, where you are going to position, how those interfaces are going to get interface with the crew, parachute system, where it has to be. And everything has to be within a defined crew volume. So what we do is, first and foremost, in a crew capsule, what is more important? Most important is the crew. And the crew seat is the most important. There you have to fix where the location has to be. Then what? Then crew intervention is there. Crew is going to intervene. For example, the thermal control system. He has to adjust some knobs. It has to be near to him. So we need to position all the important elements which crew is going to directly control. Because from a seat, you cannot walk like this and then go and control. From his seat itself, you need to do that. So when you do a system engineering, locate the crew first, the crew seat first, and then all the elements where the crew is going to directly act. The rest of the things like avionics and other things, it is left to you. You can position it. But that, you have to ensure that in the avionics also, you have a different kinds of avionics, like navigation system, then your guidance system is there, control systems are there, telemetry system is there, telecommand system is there, power system is there, different systems are there. And we have multiple chains. As we said, it is not dual redundancy, maybe triple or quadruple. So how the huge number of packages, you have to accommodate them, and you have to group them and position them.
And so that even the requirements of not only your interfaces, like electrical interfaces, electrical requirements, even the thermal requirements, each package has got its own, the power dissipation. How you are going to take care of the power dissipation of this package. It should not get heated up. So how you are going to control on that, where you are going to position. So we need to carry out a lot of iterative study. So similarly, the parachute system. We know the parachutes are the one which have to be deployed once it is coming back at 8 km altitude. So whether the parachute can be kept inside the crew module? No, it has to be outside. And where outside? Can it be at the bottom? Can it be at the top? It has to be at the top, because from top only it has to get deployed. So automatically the location is now dictated by its functional requirement. So like this, each and every system which are going, we assign what are its requirements with respect to mechanical interface, with respect to electrical interface, with respect to your overall envelope requirements, with respect to interactions between them. Because even for a parachute to get deployed, avionics system has to give the command. And for an avionics system to give command, either it can be done autonomously or it can be through a crew. So crew, if he is pressing abort, again there has to be a link. So these things have to be told. So all these things, are, so you define what are the various subsystems, define the interfaces, define the the subsystem requirements, one system to other, because all systems are not existing alone. Every system has got connectivity to other thing. Nothing is separate. Everything is linked through avionics, through your navigation guidance computer, and ultimately to the human. So all these things are linked. So in a system engineering, you need to take care of the interfaces, the requirements, the envelope, and everything. So first and foremost, we break it down to various systems, identify the locations, and globally you do that. After that, we do some iterations. And through iterations, we come at the final locations like that in system engineering. It is like respecting the requirements of various subsystems so that you can coexist. And then ultimately, all subsystems together will carry out a single function of executing the mission. Coming to your second question on the crew training, yes, of course, our crews are Indian pilots, fighter pilots. So these people are getting trained. In fact, they have undergone training in GCTC, Russia, Yuri Gagarin Cosmonaut Training Center 1 year. And after that, they came back. And now they are undergoing our Gaganyaan leg of training in Bangalore. There is a facility. So Indian Air Force, they have their own pilots. Those pilots only are there. So our IAM, Institute of Aerospace Medicine, they are also part of the training program. But as part of that, they have to be given a lot of curriculum. They need to know about the rocket. They need to know about the crew module. They need to know about the service module. They need to know about the launch pad. They need to know about the communication network infrastructure, all these things. So there are various, our own people, they also take classes. There are people who are taking classes from Indian institutes to train them about our navigation system, guidance system, like that. So there is a training calendar. Training syllabus is there. They are undergoing that. And there are physical training also, like as I was mentioning, centrifuge and things. And these people, since they are pilots, in between they go for this pilot training also. In between they go to Air Force, they fly this Mirage and like that. All these aircraft they fly and then come back. So they are all very versatile people, and they are very much into it. And those people are well trained, in fact. But later, we also can get trained, and once you go through the training process, everyone will get the required confidence in flying it. Hope I have answered. Thank you. What is the budget cost and the cost of this project? Why it is called Gaganyaan? Yeah, Gaganyaan. It's a Gagan. Gagan is our own terminology, Gaganyaan. Hope there is no media here. I am not supposed to talk to media, first of all. Okay. So, budget, of course, it is there in the 10,000 crore project, 9,023 crore project it is basically. So, Gaganyaan is the name given by, like Chandrayaan, Mangalyaan, all these things. Gaganyaan is our own Sanskrit name. Gagan is Bhumi, Earth. So, Yan is vehicle. So, something like that. But then we have not named the crew member. See, Americans, they call them as astronauts. What about Russians? They call them as cosmonauts. Chinese, they call them as taikonauts. So, Indians, you can decide what you want to call our Indians. Whether Bardhanaut, Gagannaut, that is yet to come. So, it's an Indian name, that's all, Gaganyaan. Yan is a vehicle, that's all. Yeah. Any other question? വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ Yeah. I think ചോദിക്കാം. already some crew members are already left to orbit. Hope they are safe back. Okay. Thank you. Thank you very much.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് വളരെ വിജ്ഞാനപ്രദമായ ടെക്നിക്കൽ സെഷൻ കൈകാര്യം ചെയ്ത ശ്രീ ആർ ഹട്ടൻ സാറിന് ട്രിബ്യൂട്ടിൻ്റെ പേരിലുള്ള ഉപഹാരം നൽകുന്നതിലേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എസ് ഹേമചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിനു വേണ്ടി ചീഫ് ജനറൽ മാനേജറും കോർപ്പറേറ്റ് മാർക്കറ്റിംഗിൻ്റെയും ITBGയുടെയും ഹെഡായ ശ്രീമതി കെ ഉഷ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Respected Executive Director Hemendran Sir, beloved CGM Betty Madam, and dear colleagues and friends. നമ്മളൊരു മഴ പെയ്യുന്ന പോലെയാണ് സ്പേസിൽ പോയിട്ട് വന്നതെന്ന് തോന്നുന്നു. അത്ര ഇൻ്റർമീഡിയൻ്റായിട്ടങ്ങ് അതിനെപ്പറ്റി ഇത്രയും നമ്മളോട് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ശരിക്കും ഒരു സ്പേസിൽ പോയി വന്ന പോലെ തോന്നണ പോലെ തന്നെ സാർ അത് പ്രസൻറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഡ്യൂട്ടി താങ്ക്സ് പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഫങ്ഷൻ നടത്തിയത് തന്നെ നമ്മൾ KPP നമ്പ്യാർ എന്ന് പറയുന്ന ആ ടെക്നോ പാർക്രാറ്റിൻ്റെ ഓർമ്മ ദിവസമാണ്. ആ സാറിനുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. നമ്മളെല്ലാം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഇതായി വന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത്. പിന്നെ ഇന്ന് ഈ ഫങ്ഷൻ ഇവൻ്റ് ഉദ്ഘാടനം ചെയ്ത ഹേമേന്ദ്രൻ സാറ്, ബെറ്റി മാഡം, പിന്നെ ഇത്രയും ഭംഗിയായി ഇതൊന്ന് അവതരിപ്പിച്ച് തന്ന ഹട്ടൻ സാറിനും നന്ദി, എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പിന്നെ നന്ദി പറയേണ്ടത് ഇവിടെ ഈ ഫങ്ഷൻ നടത്താനായിട്ട് ഈ വെന്യൂ നമുക്ക് തന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയേഴ്സിന്, അതേപോലെ ട്രിവാൻഡ്രം ഡെക്കറേഷൻസാണ് ഈ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു തന്നത്. അവർക്കും ഫോട്ടോഗ്രാഫി രവി സ്റ്റുഡിയോ ആണ്, ഇവർക്കും എല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും നന്ദി പറയുന്നു. കൂടാതെ ഈ ഫങ്ഷൻ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു മാം. ട്രിബ്യൂട്ട് 2023 ഇവിടെ സമാപിക്കുന്നു. പുറത്ത് ചായയും ലഘുഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്.